പ്രാചീന ഈജിപ്ത് സംസ്കാരത്തിൻ്റെയും അറിവിൻ്റെയും നവീകരണത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. ഇന്നും നമ്മെ ആകർഷിക്കുന്ന ഒരു പൈതൃകം അവർ സൃഷ്ടിച്ചു. എന്നാൽ നൈൽ നദിക്കരയിൽ വേരുറച്ച ഈ സംസ്കാരം എങ്ങനെയാണ് ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സമൂഹങ്ങളിലൊന്നായി വളർന്നത്? ഇതിൽ ആദ്യകാല കുടിയേറ്റങ്ങൾ മുതൽ ശക്തരായ ഫറോവമാരുടെ കാലം വരെയുള്ള ഈജിപ്തിൻ്റെ യാത്ര നമുക്ക് നോക്കാം. ഗിസയിലെ പിരമിഡുകൾ, സ്ഫിൻക്സ് ദൈവങ്ങൾക്കും ദേവിമാർക്കും സമർപ്പിച്ച ഭവ്യമായ ക്ഷേത്രങ്ങൾ തുടങ്ങിയ പ്രതിഷ്ഠാനങ്ങളുടെ രഹസ്യങ്ങളും സമ്പന്നമായ പാരമ്പര്യങ്ങളും നൈൽ നദിക്കരയിലെ ജീവിതവും നമുക്ക് വിശകലനം ചെയ്യാം. നാരൂർ, ഹാറ്റ്ഷപ്സുട്ട്, അഖ്നാതൻ തുടങ്ങിയ പ്രധാന വ്യക്തികളെല്ലാം ഈജിപ്തിൻ്റെ അനന്യമായ പാതയെ രൂപപ്പെടുത്തിയവരാണ്. ശാസ്ത്രം, എഴുത്ത്, ആധുനിക പുരാവസ്തുശാസ്ത്രം, ജനപ്രിയ കഥകൾ എന്നിവയിലെല്ലാം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ നിരന്തരമായ സ്വാധീനത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാം. പ്രാചീന ഈജിപ്തിനെ മനസ്സിലാക്കുക എന്നത് വെറുമൊരു വിദൂര കാലത്തെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമല്ല, നാഗരികതയുടെ ആദ്യകാല അടിത്തറകളിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണ്. അതിൻ്റെ സ്വാധീനം ചരിത്രത്തിലൂടെ കടന്നുപോകുന്നു. ലോകമെമ്പാടുമുള്ള കല, മതം, സംസ്കാരം എന്നിവയെ ഇന്നും സ്പർശിക്കുന്നു. നൈൽ നദിയും ആദ്യകാല കുടിയേറ്റങ്ങളും. ഈജിപ്തിൻ്റെ ജീവനാഡി എന്ന് പുകഴ്ത്തപ്പെടുന്ന നൈൽ നദി വെറുമൊരു നദി അല്ലായിരുന്നു. അത് ഒരു നാഗരികതയുടെ ഹൃദയമിടിപ്പായിരുന്നു. ഓരോ വർഷവും കൃത്യമായി നൈൽ അതിൻ്റെ കരകളിൽ കവിഞ്ഞൊഴുകി പോഷക സമൃദ്ധമായ എക്കൽ മണ്ണ് നിക്ഷേപിച്ചിരുന്നു. ഈ പ്രകൃതി പ്രതിഭാസം വരണ്ട മരുഭൂമിയെ പച്ചപ്പിൻ്റെ സ്വർഗമാക്കി മാറ്റി. ആദ്യകാല കുടിയേറ്റക്കാർ ദൈവങ്ങളിൽ നിന്നുള്ള ഈ സമ്മാനം വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ വേഗം പഠിച്ചിരുന്നു. ഗോതമ്പ്, ബാർലി, ചണം എന്നിവ അവർ കൃഷി ചെയ്തു. അവർക്ക് ജീവിതമാർഗം മാത്രമല്ല, സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് ഉപകാരമായി. നദീതീരങ്ങളിൽ ചെറിയ സമൃദ്ധമായ സമൂഹങ്ങൾ വളർന്നു. അവരുടെ ജീവിതം നൈലിൻ്റെ ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ആദ്യകാല ഈജിപ്ഷ്യന്മാർ വെറുതെ അതിജീവിക്കുകയായിരുന്നില്ല, അവർ നവീകരണം നടത്തുകയായിരുന്നു. വെള്ളം നിയന്ത്രിക്കാൻ അവർ സങ്കീർണമായ ജലസേചന സംവിധാനങ്ങൾ വികസിപ്പിച്ചു. വരണ്ട കാലങ്ങളിലും അവരുടെ വിളവുകൾ വളരുമെന്ന് അവർ ഉറപ്പുവരുത്തി. ഈ സ്ഥിരതയും സമൃദ്ധിയും അവരെ സ്ഥിരമായ കുടിയേറ്റങ്ങൾ നിർമ്മിക്കാൻ അനുവദിച്ചു. ചരിത്രത്തിലെ ഏറ്റവും സ്ഥായിയായ നാഗരികതകളിലൊന്നിൻ്റെ ഉദയത്തിന് ഇത് കാരണമായി. നൈലിനോടനുബന്ധിച്ചുള്ള ജീവിതം സജീവവും വളരെ തിരക്കേറിയതുമായിരുന്നു. നദി ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഉറവിടമായിരുന്നു. എന്നാൽ ഗതാഗതത്തിനും ആശയവിനിമയത്തിനുമുള്ള മാർഗം കൂടിയായിരുന്നു. സാധനങ്ങൾ നിറച്ച വള്ളങ്ങൾ നൈലിലൂടെ മുകളിലേക്കും താഴേക്കും സഞ്ചരിച്ച് വ്യാപാരവും ആശയങ്ങളുടെ കൈമാറ്റവും സുഗമമാക്കി. ആദ്യകാല ഈജിപ്ഷ്യന്മാർ അവരുടെ മിച്ചം വരുന്ന വിളകൾ സംഭരിക്കാൻ ധാന്യപ്പുരകൾ നിർമ്മിച്ചു. വിഭവങ്ങൾ കുറഞ്ഞ കാലത്തേക്ക് അവരെ സഹായിക്കാനായി അവ കരുതിവെച്ചു. ഈ മിച്ചം അവരെ ഉപകരണങ്ങൾ നിർമ്മിക്കുക, വീടുകൾ പണിയുക, അവരുടെ അനന്യമായ സംസ്കാരവും മതവും വികസിപ്പിക്കുക തുടങ്ങിയ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അനുവദിച്ചു. ഈ കുടിയേറ്റങ്ങൾ വളർന്നതോടെ അവരുടെ അഭിലാഷങ്ങളും വർദ്ധിച്ചു. ചെറിയ ഗ്രാമങ്ങൾ നോമുകൾ എന്നറിയപ്പെടുന്ന വലിയ സ്ഥാപനങ്ങളായി ലയിച്ചു. ഓരോന്നും അതിൻ്റെ സ്വന്തം പ്രാദേശിക ഭരണാധികാരിയാൽ ഭരിക്കപ്പെട്ടു. ഈ നോമുകൾ ഈജിപ്ഷ്യൻ സമൂഹത്തിൻ്റെ നിർമ്മാണ ഘടകങ്ങളായി മാറി. വ്യാപാരം, സംസ്കാരം, സാങ്കേതിക പുരോഗതികൾ എന്നിവ ഇവർ പ്രോത്സാഹിപ്പിച്ചു. അത് ഒരു ശ്രദ്ധേയമായ പരിവർത്തനത്തിൻ്റെ കാലമായിരുന്നു. വരാനിരിക്കുന്ന മഹത്തായ നേട്ടങ്ങൾക്കുള്ള അടിത്തറ അവർ പാകി. നൈൽ നദി അതിജീവനത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും പ്രതീകമായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ എല്ലാ വശങ്ങളിലും വ്യാപിച്ചിരുന്ന മിത്തുകളെയും ഐതിഹ്യങ്ങളെയും പ്രചോദിപ്പിച്ചിരുന്നു. വെള്ളപ്പൊക്കത്തെ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ, സമയത്ത് വെള്ളമെത്തിക്കാനുള്ള പ്രാർത്ഥനകൾ, നദീദേവമായ ഹേപ്പയെ ആദരിക്കുന്നതിനുള്ള ചടങ്ങുകൾ എന്നിവ ഈജിപ്ഷ്യൻകാർക്ക് അവരുടെ ജീവനാഡിയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെ ചൂണ്ടിക്കാട്ടി. എന്നാൽ എന്താണ് ഈ ഭിന്നിച്ച സമൂഹങ്ങളെ ഒരൊറ്റ പതാകയ്ക്ക് കീഴിൽ ഒന്നിപ്പിക്കാൻ കാരണമായത്?
എങ്ങനെയാണ് ഒരു നേതാവിൻ്റെ കാഴ്ചപ്പാട് ചരിത്രത്തിൻ്റെ ഗതി എന്നേക്കുമായി മാറ്റിയത്? ഇതിനുത്തരം നൽകാൻ നാം ആദ്യത്തെ ഫറവോ ആയ നാരുവിൻ്റെ കഥയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പൈതൃകം പുരാതന ഈജിപ്ഷ്യൻ രാഷ്ട്രത്തെ നിർവചിക്കും. മേലെ ഈജിപ്തിനെയും താഴെ ഈജിപ്തിനെയും ഒന്നിപ്പിക്കുന്നതിലൂടെ നാരൂർ നേടിയ നേട്ടം വളരെ മഹത്തരമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു കേന്ദ്രീകൃത സർക്കാരിന് ഇത് വഴിയൊരുക്കി. 7000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂതകാലത്തിൻ്റെ നിഴലുകൾ നൈൽ താഴ്വരയിലെ ശ്രദ്ധേയമായ പരിവർത്തനത്തിൻ്റെ മധ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. പ്രാഗ് രാജവംശ കാലഘട്ടം ഏകദേശം 6000 BC മുതൽ 3100 BC വരെ നീണ്ടുനിന്ന പ്രാഗ് രാജവംശ കാലഘട്ടം സാംസ്കാരിക, സാങ്കേതിക, സാമൂഹിക പുരോഗതികളുടെ കാലഘട്ടമായിരുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മാറ്റങ്ങളിലൊന്നായി നാടോടി ജീവിതരീതിയിൽ നിന്ന് കാർഷിക സമൂഹത്തിലേക്കുള്ള മാറ്റത്തിന് ഈ കാലഘട്ടം അടിത്തറ പാകി. ഈ ആദ്യ ദിനങ്ങളിൽ നൈൽ താഴ്വരയിലെ നിവാസികൾ നദിയുടെ വാർഷിക വെള്ളപ്പൊക്കം ഉപയോഗിച്ച് നിലങ്ങൾ നനയ്ക്കാനും കൃഷിയെ പിന്തുണയ്ക്കാനും തുടങ്ങി. നൈലിൻ്റെ ജീവദായകമായ ജലത്തിൻ്റെ ഈ നൂതന ഉപയോഗം സ്ഥിരമായ ഭക്ഷ്യസംഭരണത്തിന് കാരണമായി. ജനസംഖ്യാ വളർച്ചയും നഗര കേന്ദ്രങ്ങളുടെ ഉയർച്ചയും സാധ്യമാക്കി. ഒറ്റപ്പെട്ട ചെറിയ സമൂഹങ്ങൾ സജീവമായ സംസ്കാരങ്ങളായി വികസിച്ചു. ഓരോന്നും പുരാതന ഈജിപ്ഷ്യൻ സമൂഹത്തിൻ്റെ വളരുന്ന ചരിത്രത്തിലേക്ക് അനന്യമായ ഘടകങ്ങൾ സംഭാവന ചെയ്തിരുന്നു. ആദ്യകാലത്തെ ശ്രദ്ധേയമായ സംസ്കാരങ്ങളിലൊന്നായിരുന്നു ബെഡാരിയൻ. ഏകദേശം 4400 BC മേൽ ഈജിപ്ഷ്യൻ ആദ്യകാലത്തെ ശ്രദ്ധേയമായ സംസ്കാരങ്ങളിലൊന്നായിരുന്നു ബെഡാരിയൻ. ഏകദേശം 4400 BC മേൽ ഈജിപ്തിൽ ഇവ തഴച്ചു വളർന്നു. പ്രയോജനകരമായത് മാത്രമല്ല, മനോഹരമായി അലങ്കരിച്ച അവരുടെ മൺപാത്രങ്ങൾ പ്രാചീന ഈജിപ്ഷ്യൻ കലയുടെ മുദ്രയായി മാറിയ സൗന്ദര്യബോധത്തെ പ്രതിഫലിപ്പിക്കുന്നു. സങ്കീർണമായ ഡിസൈനുകൾ അവരുടെ സെറാമിക്സിനെ അലങ്കരിച്ചു. അവരുടെ സമൂഹത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയെ സൂചിപ്പിക്കുന്ന കരകൗശലവും സർഗാത്മകതയും പ്രദർശിപ്പിച്ചു. ബെഡാരിയൻ ശവസംസ്കാര സ്ഥലങ്ങളിൽ പലപ്പോഴും മൺപാത്രങ്ങൾ, കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ, വ്യക്തിഗത അലങ്കാര വസ്തുക്കൾ എന്നിവയുൾപ്പെടെ നിരവധി ശവക്കുഴി വസ്തുക്കൾ അടങ്ങിയിരുന്നു. ഇത് പരലോകത്തിലുള്ള വിശ്വാസത്തെയും സമൂഹത്തിൻ്റെ അടുക്കിൻ്റെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നു. ബെഡാരിയൻ സംസ്കാരത്തിന് ശേഷം എൻകേഡ സംസ്കാരം ഉയർന്നുവന്നു. ഏകദേശം 4000 മുതൽ 3100 BC വരെ ഇവ നീണ്ടുനിന്നു. എൻകേഡ 1, 2, 3 എന്നിങ്ങനെ 3 ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്ന ഈ സംസ്കാരം മൺപാത്രങ്ങൾ, വ്യാപാരം, സാമൂഹിക സംഘടന എന്നിവയിൽ ശ്രദ്ധേയമായ വികാസം കണ്ടു. ബെഡാരിയന് ശേഷം ക്രിസ്തുവിന് മുമ്പ് 4000 മുതൽ 3100 BC വരെ നഖാഡ സംസ്കാരം ഉയർന്നുവന്നു. നഖാഡ 1, 2, 3 എന്നിങ്ങനെ 3 ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്ന ഈ സംസ്കാരം മൺപാത്രങ്ങൾ, വ്യാപാരം, സാമൂഹിക സംഘടന എന്നിവയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. നഖാഡ 1 ക്രിസ്തുവിന് മുമ്പ് 4000 മുതൽ 3500 വരെ. നൂതന മൺപാത്ര ശൈലികളും ആദ്യകാല വ്യാപാര ശൃംഖലകളുടെ സ്ഥാപനവും കൊണ്ട് വിശേഷിപ്പിച്ചു. ശൈലീകൃത മൃഗപ്രതിനിധാനങ്ങൾ, പ്രതീകാത്മകമായ ചിത്രങ്ങൾ തുടങ്ങിയ അലങ്കാര മോട്ടീഫുകളുടെ ഉപയോഗം വ്യാപകമായി അവരുടെ സാമൂഹിക ഘടനകളുടെ വളരുന്ന സങ്കീർണതയെ പ്രതിഫലിപ്പിച്ചു. നഖാഡ 2 ക്രിസ്തുവിന് മുമ്പ് 3500 മുതൽ 3200 വരെ. ഈ കാലത്ത് സംസ്കാരം വിപുലപ്പെടുകയും വ്യാപാരം വളരുകയും ചെയ്തു. ചെമ്പ് ഉപകരണങ്ങൾ വ്യാപകമായി. കൃഷിരീതികളിൽ വിപ്ലവം സൃഷ്ടിച്ച് കൂടുതൽ കാര്യക്ഷമമായ കൃഷി സാധ്യമാക്കി. ഉയർന്ന നിലവാരമുള്ള മൺപാത്രങ്ങൾ വികസിച്ചുകൊണ്ടിരുന്നു. സങ്കീർണമായ ഡിസൈനുകൾ ഉള്ള ഈ പാത്രങ്ങൾ കരകൗശല വൈദഗ്ധ്യവും ദൈനംദിന ജീവിതത്തിലും ആചാരപരമായ സന്ദർഭങ്ങളിലും മൺപാത്രങ്ങളുടെ വർദ്ധിച്ച പ്രാധാന്യവും പ്രദർശിപ്പിച്ചു. വലിയ ജനവാസ കേന്ദ്രങ്ങൾ ഉയർന്നുവന്നു. പലപ്പോഴും സാധ്യമായ സംഘർഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കോട്ടകൾ നിർമ്മിച്ചു. സാമൂഹിക സംഘടനയിൽ ഗണ്യമായ മാറ്റത്തെ ഇത് സൂചിപ്പിക്കുന്നു. നഖാഡ 3 ക്രിസ്തുവിന് മുമ്പ് 3200, 3100 കാലഘട്ടം. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ നിർണായകമായ നിമിഷത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു.
ഈ കാലഘട്ടം അധികാര സമ്മേളനം, ഗോത്ര പ്രധാനികളുടെ ഉയർച്ച, ഫറവോണിക് സംസ്ഥാനത്തിന്റെ പൂർവഗാമികൾ എന്നിവ കണ്ടു. പടിപടിയായുള്ള ഘടനകൾ കൂടുതൽ പ്രകടമായി. ഉന്നതവർഗം വ്യാപാരവും വിഭവങ്ങളുടെ വിതരണവും നിയന്ത്രിച്ചു. പ്രമാണികളെ പലപ്പോഴും ആഡംബരപൂർണമായ വസ്തുക്കളോടെ അടക്കം ചെയ്തിരുന്നു. അവരുടെ പദവിയും പരലോക ജീവിതത്തിലുള്ള വിശ്വാസവും പ്രതിഫലിപ്പിച്ചു. ഈ ശവസംസ്കാര രീതികളുടെ സമ്പന്നത പിന്നീട് ഡൈനാസ്റ്റിക് കാലഘട്ടങ്ങളുടെ ആഡംബരപൂർണമായ ശവകുടീരങ്ങളുടെ സൂചനയായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലുകളിലൊന്നാണ് ഹിരാക്കോൺപോളിസിൽ നിന്ന് കണ്ടെടുത്ത നർമർ പാലറ്റ്. ഈ ആചാരപരമായ വസ്തു നർമർ രാജാവിന്റെ കീഴിൽ അപ്പർ ഈജിപ്തും ലോവർ ഈജിപ്തും ഒരുമിച്ച് ചേർന്നതിനെ ചിത്രീകരിക്കുന്നു. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഒരു നിർണായക മുഹൂർത്തമാണിത്. ഈ പാലറ്റ് ചരിത്രരേഖ മാത്രമല്ല, ആ കാലത്തെ സങ്കീർണമായ കലാവൈഭവത്തെയും എടുത്തുകാണിക്കുന്നു. നർമറിന്റെ വിജയകഥ വിശദീകരിക്കുന്ന വിശദമായ റിലീഫ് കൊത്തുപണികൾ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പർ ഈജിപ്തിന്റെ വെള്ള കിരീടവും ലോവർ ഈജിപ്തിന്റെ ചുവപ്പ് കിരീടവും ധരിച്ച രാജാവിന്റെ ചിത്രീകരണം രണ്ട് പ്രദേശങ്ങളുടെയും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സംയോജനത്തെ പ്രതീകവൽക്കരിക്കുന്നു. പ്രീ ഡൈനാസ്റ്റിക് കാലഘട്ടത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഹിരാക്കോൺപോളിസ് ആദ്യകാല മതപരമായ ആചാരങ്ങളെക്കുറിച്ചുള്ള സമ്പന്നമായ തെളിവുകൾ നൽകുന്നു. ഈ സ്ഥലത്ത് കണ്ടെത്തിയ ആചാരപരമായ വലിയ ഘടനകൾ, സമ്പന്നമായി അലങ്കരിച്ച കല്ലറുകൾ, വിശാലമായ ശ്മശാനങ്ങൾ എന്നിവ ആദ്യകാല ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ ആചാരങ്ങളുടെയും മതപരമായ ആചാരങ്ങളുടെയും പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. വലിയ ബിയർ നിർമ്മാണശാലകളുടെ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് ബിയർ ഒരു സ്റ്റാപ്പിൾ പാനീയം മാത്രമല്ല, മറിച്ച് മതപരവും സാമൂഹികവുമായ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു എന്നതുമാണ്. പ്രീ ഡൈനാസ്റ്റിക് കാലഘട്ടത്തിൽ വ്യാപാര ശൃംഖലകൾ വ്യാപകമായി വികസിച്ചു. ഈജിപ്തിനെ വിദൂര ദേശങ്ങളുമായി ബന്ധിപ്പിച്ചു. ചെമ്പ്, സ്വർണം, ആനക്കൊമ്പ്, ലാപ്പിസ് ലാസുരി പോലെയുള്ള അതിശയകരമായ വസ്തുക്കൾ തുടങ്ങിയ സാധനങ്ങൾ ഈ വ്യാപാര മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് സാംസ്കാരിക കൈമാറ്റവും സാങ്കേതിക പുരോഗതിയും സുഗമമാക്കി. വ്യാപാരത്തിൽ നിന്നുണ്ടായ സമ്പത്ത് സ്മാരക വാസ്തുവിദ്യയിലൂടെയും വിശദമായ ശവസംസ്കാര ആചാരങ്ങളിലൂടെയും അവരുടെ അധികാരവും സ്വാധീനവും പ്രദർശിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രമാണിവർഗത്തിന്റെ ഉയർച്ചയ്ക്ക് സംഭാവന ചെയ്തു. സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ സങ്കീർണമാവുകയും കൃഷിയാൽ നയിക്കപ്പെടുകയും മത്സ്യബന്ധനവും വേട്ടയാടലും ഉൾപ്പെടുത്തുകയും ചെയ്തു. പ്രീ ഡൈനാസ്റ്റിക് ഈജിപ്ഷ്യന്മാരുടെ മതവിശ്വാസങ്ങൾ വളരെ സങ്കീർണമായിരുന്നു. അവരുടെ ദൈനംദിന ജീവിതവുമായി അഗാധമായി ബന്ധപ്പെട്ടിരുന്നു. പ്രകൃതി ശക്തികളുമായും ഫലപുഷ്ടിയുമായും ബന്ധപ്പെട്ട ആദ്യകാല ദൈവങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. പിന്നീടുള്ള ഈജിപ്ഷ്യൻ മതത്തിലെ സങ്കീർണമായ പാന്തിയോൺ രൂപപ്പെട്ടു. നൈലുമായും അതിൻ്റെ ജീവദായകമായ സ്വഭാവവുമായും ബന്ധപ്പെട്ട ദേവന്മാരുടെയും ദേവിമാരുടെയും ആരാധന അവരുടെ സമൂഹത്തിലെ കൃഷിയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. ഈ വിശ്വാസങ്ങൾ വലിയ ശവക്കുഴികളുടെയും ദിവ്യനായ ഹാപ്പിക്കായി സമർപ്പിച്ച ക്ഷേത്രങ്ങളുടെയും നിർമ്മാണത്തോടെ ഈ കാലഘട്ടത്തിൽ ഉയർന്നുവന്ന മോണ്യുമെന്റൽ വാസ്തുവിദ്യയെയും സ്വാധീനിച്ചു. പ്രീ ഡൈനാസ്റ്റിക് കാലഘട്ടത്തിൽ കലാപരമായ പ്രകടനം വളർന്നു. ഈജിപ്ഷ്യൻ കലയെ നൂറ്റാണ്ടുകളോളം നിർവചിക്കുന്ന സാങ്കേതിക വിദ്യകൾ കലാകാരന്മാർ വികസിപ്പിച്ചു. മൺപാത്രം, ശില്പകല, ആഭരണങ്ങൾ എന്നിവയുടെ കരകൗശലം വൈദഗ്ധ്യവും സർഗാത്മകതയും പ്രദർശിപ്പിച്ചുകൊണ്ട് അത്ഭുതകരമായ നിലവാരത്തിലെത്തി. പ്രത്യേകിച്ചും മൺപാത്രങ്ങൾ കഥ പറയുന്നതിനുള്ള ഒരു ക്യാൻവാസായി മാറി. നിത്യജീവിതത്തിൻ്റെ രംഗങ്ങൾ, മൃഗങ്ങൾ, അതീന്ദ്രിയ ജീവികൾ എന്നിവ ചിത്രീകരിക്കുന്ന സങ്കീർണമായ ഡിസൈനുകളോടെ ഈ കാലത്തെ കലാപരമായ വികാസം ഈജിപ്ഷ്യൻ സമൂഹത്തിൻ്റെ മാറിവരുന്ന മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും പ്രതിഫലിപ്പിച്ചു. കാര്യക്ഷമമായ വസ്തുക്കളിൽ നിന്ന് സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യം നിറഞ്ഞ വസ്തുക്കളിലേക്ക് പരിവർത്തനം ചെയ്തു. പ്രീ ഡൈനാസ്റ്റിക് സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് സങ്കീർണമായിരുന്നു. അവർ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൽ സജീവമായി പങ്കെടുത്തതായി തെളിവുകൾ സൂചിപ്പിക്കുന്നു. സ്ത്രീകൾ കൃഷി, ഉൽപാദനം, ടെക്സ്റ്റൈൽ ജോലി, മൺപാത്ര നിർമ്മാണം എന്നിവയിൽ ഏർപ്പെട്ടിരുന്നു. പുരുഷാധിപത്യ സമൂഹഘടനയായിരുന്നെങ്കിലും സ്ത്രീകൾക്ക് ഗണ്യമായ പദവി ഉണ്ടായിരുന്നതായും സ്വത്ത് അവകാശമായി ലഭിക്കുമായിരുന്നതായും ചില തെളിവുകൾ സൂചിപ്പിക്കുന്നു. ശവസംസ്കാര സ്ഥലങ്ങളിൽ കണ്ടെത്തിയ സ്ത്രീകളുടെ വിഗ്രഹങ്ങൾ സ്ത്രീത്വത്തിൻ്റെയും
ഫലപുഷ്ടിയുടെയും ആദരവ് സൂചിപ്പിക്കുന്നു. സമൂഹത്തിൽ പരിപാലകരും പരിചാരകരുമായി സ്ത്രീകളുടെ പങ്കുകൾ എടുത്തുകാട്ടുന്നു. പ്രീ ഡൈനാസ്റ്റിക് കാലഘട്ടം പുരോഗമിച്ചപ്പോൾ ലിഖിത സമ്പ്രദായങ്ങളുടെ വികസനം ആരംഭിച്ചു. ഹൈറോഗ്ലിഫുകളുടെ ആദ്യ രൂപങ്ങൾ ഉയർന്നുവന്നു. പ്രധാനപ്പെട്ട സംഭവങ്ങൾ, മതഗ്രന്ഥങ്ങൾ, ഭരണപരമായ രേഖകൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനുള്ള മാർഗമായി ഈ ആദ്യകാല ചിഹ്നങ്ങൾ പിന്നീടുള്ള ഡൈനാസ്റ്റിക് കാലഘട്ടത്തിൽ വികസിച്ച സങ്കീർണമായ എഴുത്തു സമ്പ്രദായത്തിന്റെ അടിത്തറയിട്ടു. വിവരങ്ങൾ ഫലപ്രദമായി രൂപപ്പെടുത്താനും ആശയവിനിമയം നടത്താനും ഉള്ള കഴിവ് വളരെ സങ്കീർണമായ സമൂഹങ്ങളെ ഭരിക്കുന്നതിന് ആവശ്യമായ ഭരണപരമായ കാര്യക്ഷമതയ്ക്ക് സംഭാവന നൽകി. പ്രീ ഡൈനാസ്റ്റിക് കാലഘട്ടത്തിലെ കാർഷിക നവീകരണങ്ങൾ ഈജിപ്തിന്റെ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ജലസേചന സംവിധാനങ്ങളുടെ വികാസം കൃഷിയോഗ്യമായ ഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. വളരുന്ന ജനസംഖ്യയെ പിന്തുണയ്ക്കുന്ന അധിക വിളകൾ കൃഷി ചെയ്യാൻ സാധിച്ചു. ഈ കാർഷിക മിച്ചം സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി. മാത്രമല്ല, വിശേഷാധികാരമുള്ള തൊഴിലിന്റെ ഉയർച്ചയ്ക്കും കാരണമായി. എല്ലാവരും ഭക്ഷ്യോത്പാദനത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ലാതായപ്പോൾ കരകൗശല വിദഗ്ധർ, വ്യാപാരികൾ, ഭരണാധികാരികൾ എന്നിവർക്ക് വികസിക്കാൻ വഴിയൊരുക്കി. ചലനാത്മകവും പരസ്പര ബന്ധിതവുമായ ഒരു സമൂഹത്തിന് അടിത്തറയിട്ടു. വ്യാപാരപാതകൾ വിപുലമായതോടെ ഈജിപ്തും അയൽ പ്രദേശങ്ങളും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റം തീവ്രമായി. ലോഹവിദ്യ, മൺപാത്ര സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകളുടെ സ്വീകരണം മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ വേഗത്തിലുള്ള മുന്നേറ്റത്തിന് സംഭാവന നൽകി. നൂബിയ, ലെവന്റ്, അതിനപ്പുറത്തുള്ള ചില സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വാധീനങ്ങൾ ഈജിപ്തിന്റെ കലാപരവും സാങ്കേതികവുമായ ഭൂപ്രകൃതിയെ സമ്പന്നമാക്കി. പ്രാദേശിക പാരമ്പര്യങ്ങളെ വിദേശ ഘടകങ്ങളുമായി സംയോജിപ്പിച്ച് തനതായ സാംസ്കാരിക തനിമ സൃഷ്ടിച്ചു. ആദ്യകാല ഡൈനാസ്റ്റിക് കാലഘട്ടം. ഈജിപ്തിന്റെ ആദ്യകാല ഡൈനാസ്റ്റിക് കാലഘട്ടം ഏകദേശം ക്രിസ്തുവിന് മുൻപ് 3100 ആരംഭിച്ച് ക്രിസ്തുവിന് മുമ്പ് 2686 അവസാനിച്ച ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിലൊന്നിന്റെ പരിണാമത്തിലെ നിർണായക നിമിഷത്തെ പ്രതിനിധീകരിക്കുന്നു. ശക്തിശാലികളായ ഫറോവമാരുടെ നേതൃത്വത്തിൽ അധികാരത്തിന്റെ സമ്മേളനവും ഒരു ഐക്യരാജ്യത്തിന്റെ സ്ഥാപനവും ഈ കാലഘട്ടം കണ്ടു. സമ്പന്നമായ സാംസ്കാരിക മുന്നേറ്റങ്ങൾ, വികസിക്കുന്ന സാങ്കേതിക വിദ്യകൾ, സങ്കീർണമായ സാമൂഹിക ഘടനകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ കാലഘട്ടം പുരാതന ഈജിപ്തിന്റെ ഭാവിയിലെ മഹത്തായ നാഗരികതയ്ക്ക് അനിവാര്യമായ അടിത്തറയിട്ടു. ഈ പരിവർത്തന കാലഘട്ടത്തിൽ ഈജിപ്ത് പരസ്പരം ബന്ധമില്ലാത്ത ഗോത്രങ്ങളുടെയും സമൂഹങ്ങളുടെയും ശേഖരത്തിൽ നിന്ന് ദൈവിക രാജാവിനാൽ ഭരിക്കപ്പെടുന്ന കേന്ദ്രീകൃത സംസ്ഥാനമായി മാറി. അപ്പർ ഈജിപ്തിന്റെയും ലോവർ ഈജിപ്തിന്റെയും ഐക്യം ഒരു പുതിയ രാഷ്ട്രീയ ഭൂപ്രകൃതിയുടെ ഉദയത്തെ അടയാളപ്പെടുത്തിയ മഹത്തായ നേട്ടമായിരുന്നു. നർമൽ പാലറ്റ് എന്ന മനോഹരമായ വസ്തുവിൽ നർമറിന്റെ ഐക്യം പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഈ പാലറ്റ് അദ്ദേഹത്തിന്റെ വിജയവും അധികാരവും പ്രദർശിപ്പിക്കുന്നു. അപ്പർ ഈജിപ്തിന്റെ കിരീടം ധരിച്ച് ശത്രുക്കളെ കീഴടക്കുന്ന രാജാവിനെ ഈ പാലറ്റ് തെളിവായി ചിത്രീകരിക്കുന്നു. ഭൂമിയുടെ സംരക്ഷകനും യോദ്ധാവുമായ ഫറവോയുടെ പങ്കിനെ പ്രതിഫലിപ്പിക്കുന്നു. ഈ ഐക്യം രാഷ്ട്രീയ അധികാരം സമ്മേളിപ്പിച്ചത് മാത്രമല്ല, ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാവിക്ക് നിർണായകമായ ദേശീയ അഭിമാനബോധവും സ്ഥാപിച്ചു. നർമറിന് ശേഷം 1-ാം രാജവംശത്തിൽ നിന്നുള്ള ഭരണാധികാരികളുടെ പരമ്പര അവരുടെ പൂർവികരുടെ പ്രവർത്തനം കൂടുതൽ ഉറപ്പിച്ചു. വഹാദ്യർ തുടങ്ങിയ ഫറോവമാർ പ്രാദേശിക അതിർത്തികൾ വിപുലീകരിക്കുകയും കേന്ദ്രഭരണം ശക്തിപ്പെടുത്തുകയും ചെയ്തു. തലസ്ഥാന നഗരമായി മെംഫിസിന്റെ സ്ഥാപനം ഭരണത്തിനും വ്യാപാരത്തിനുമുള്ള തന്ത്രപരമായ കേന്ദ്രമായി പ്രവർത്തിച്ചു. രണ്ട് ഭൂമികളെയും ബന്ധിപ്പിക്കുകയും ആശയവിനിമയം സുഗമമാക്കുകയും ചെയ്തു. ഫറവോയുടെ കീഴിലുള്ള അധികാര കേന്ദ്രീകരണം രാഷ്ട്രീയ ഭൂപ്രകൃതിയെ മാറ്റിമറിച്ചു. ഭരണം, കൃഷി, വ്യാപാരം എന്നിവയുടെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംഘടിത ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വികസനത്തിന് അനുമതി നൽകി. ഈ കാലഘട്ടത്തിൽ എഴുത്ത് ഒരു പരിവർത്തന ശക്തിയായി ഉയർന്നുവന്നു. ഹൈറോഗ്ലിഫിക്സിന്റെ വികാസം രേഖകൾ സൂക്ഷിക്കുന്നതിലും ആശയവിനിമയത്തിലും ഗണ്യമായ പുരോഗതി കൈവരിച്ചു. ഏറ്റവും പഴയ അറിയപ്പെടുന്ന ഹൈറോഗ്ലിഫുകൾ
മതഗ്രന്ഥങ്ങൾ, സർക്കാർ ഉത്തരവുകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിച്ച സങ്കീർണമായ ഒരു ചിഹ്ന സമ്പ്രദായത്തെ വെളിപ്പെടുത്തുന്നു. ഈ നവീകരണം ഒരു പ്രായോഗിക ഉപകരണത്തിലുപരി മറ്റൊന്നായിരുന്നു. ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ വളരുന്ന സങ്കീർണതയും കേന്ദ്രഭരണത്തെ പിന്തുണയ്ക്കാൻ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യവും അത് പ്രതീകവൽക്കരിച്ചു. എഴുതപ്പെട്ട രൂപത്തിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് അറിവിന്റെയും സംസ്കാരത്തിന്റെയും പ്രേഷണത്തെ അനുവദിച്ചു. ഭാവി തലമുറകൾക്ക് അവരുടെ ചരിത്രവും പാരമ്പര്യങ്ങളും മനസ്സിലാക്കാൻ ഇത് വഴിയൊരുക്കി. ആദ്യകാല ഡൈനാസ്റ്റിക് കാലഘട്ടത്തിൽ മതത്തിന്റെ സ്വാധീനം ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും വ്യാപിച്ചിരുന്നു. ദൈവിക രാജ്യത്വത്തിലുള്ള വിശ്വാസം ഫറവോയെ ലൗകികവും മതപരവുമായ നേതാവായി സ്ഥാനപ്പെടുത്തി ദൈവങ്ങളുടെ ഭൗമ പ്രതിരൂപമാണെന്ന് വിശ്വസിച്ചു. ഈ ആശയശാസ്ത്രം ഫറവോയുടെ അധികാരത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ദൈവികമായി നിയോഗിക്കപ്പെട്ടതായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്തു. ഓസിറിസ്, ഐസിസ്, ഫോറസ് തുടങ്ങിയ ദൈവങ്ങൾക്കായി സമർപ്പിച്ച ക്ഷേത്രങ്ങൾ മതാചാരത്തിനും സമൂഹ സമ്മേളനത്തിനും ഭരണ കേന്ദ്രങ്ങൾക്കും സ്ഥലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ട് മതപരമായ ആചാരങ്ങൾക്കും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും കേന്ദ്രമായി മാറി. പുരോഹിതവർഗം ഗണ്യമായ അധികാരം വഹിച്ചിരുന്നു. പലപ്പോഴും ഫറവോയ്ക്ക് ഉപദേഷ്ടാക്കളായി പ്രവർത്തിക്കുകയും ക്ഷേത്രങ്ങളുടെ വിപുലമായ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ മസ്തബാസിന്റെ ഉയർച്ച കണ്ടു. രാജകീയ ശവകുടീരങ്ങളുടെ ആദ്യ രൂപം കളിമണ്ണ് ഇഷ്ടികകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പരന്ന മേൽക്കൂരയുള്ള ഘടനകൾ ശവസംസ്കാര ആചാരങ്ങളിൽ ഗണ്യമായ പരിണാമത്തെ പ്രതിനിധീകരിച്ചു. മസ്തബകൾ പിന്നീടുള്ള പിരമിഡുകളുടെ മുൻഗാമികളായി പ്രവർത്തിച്ചു. പരലോക ജീവിതത്തിന്റെയും ഈജിപ്ഷ്യൻ വിശ്വാസ സംവിധാനങ്ങളുടെയും പ്രാധാന്യത്തെ പ്രദർശിപ്പിച്ചു. സങ്കീർണമായ കൊത്തുപണികളും തിളക്കമുള്ള ചിത്രങ്ങളും ഉപയോഗിച്ച് ഈ ശവകുടീരങ്ങളുടെ അലങ്കാരം ആ കാലത്തെ നിത്യജീവിതത്തെയും ആചാരങ്ങളെയും മതാചാരങ്ങളെയും കുറിച്ചുള്ള നുറുങ്ങുകൾ നൽകി. ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംസ്കാരത്തിലൊന്നിനെ രൂപപ്പെടുത്തിയ സമൂഹത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നഗര കേന്ദ്രങ്ങൾ വളർന്നതോടെ വ്യാപാര ശൃംഖലകളും വളർന്നു. നൈൽ നദിക്കരയിലുള്ള ഈജിപ്തിന്റെ തന്ത്രപരമായ സ്ഥാനം അയൽ പ്രദേശങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വാണിജ്യത്തിന്റെ വികസനത്തിന് സാഹചര്യമൊരുക്കി. സാധനങ്ങളുടെയും ആശയങ്ങളുടെയും സാംസ്കാരിക രീതികളുടെയും കൈമാറ്റത്തെ സുഗമമാക്കി. വ്യാപാരത്തിൽ നിന്ന് ഉത്ഭവിച്ച സമ്പത്ത് മെഗാ പ്രോജക്റ്റുകളുടെ നിർമ്മാണവും മനോഹരമായ വസ്തുക്കളുടെ ഉൽപ്പാദനവും സാധ്യമാക്കി. ആ സമയത്തെ കരകൗശല വിദഗ്ധരുടെ സാങ്കേതിക നൈപുണ്യവും കലാപ്രതിഭയും പ്രദർശിപ്പിച്ചു. ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയ ആഡംബര വസ്തുക്കളുള്ള ആവശ്യം കരകൗശലത്തിലെ നവീകരണങ്ങൾക്ക് പ്രചോദനമായി. പിന്നീട് പുരാതന ഈജിപ്ഷ്യൻ കലയെ നിർവചിക്കുന്ന തനതായ കലാരൂപം രൂപപ്പെടുത്തി. സാമൂഹിക വിഭജനം ആദ്യകാല ഡൈനാസ്റ്റിക് കാലഘട്ടത്തിൽ കൂടുതൽ പ്രകടമായി. ഫറവോയെ കേന്ദ്ര ബിന്ദുവാക്കി കുലീനന്മാർ, പുരോഹിതർ, കരകൗശല വിദഗ്ധർ, തൊഴിലാളികൾ എന്നിവരെ അനുഗമിച്ചുകൊണ്ട് ഒരു പടിപടിയായുള്ള ഘടന ഉയർന്നുവന്നു. ഈ വിഭജനം കേവലം സാമ്പത്തികമല്ലായിരുന്നു, ഒരാളുടെ ദിവ്യവുമായുള്ള ബന്ധത്തെയും അത് പ്രതിഫലിപ്പിച്ചു. കുലീനർ പ്രാദേശിക ഗവർണർമാരായും സൈനിക നേതാക്കളായും സേവനമനുഷ്ഠിച്ചപ്പോൾ പുരോഹിതർ മതപരവും പൗരവുമായ ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി. ഈ ഘടനാപരമായ സമൂഹം വിഭവങ്ങളുടെ കാര്യക്ഷമമായ കൈകാര്യം ചെയ്യൽ അനുവദിക്കുകയും വളരുന്ന സങ്കീർണതയുടെ മുഖത്ത് ക്രമം നിലനിർത്തുകയും ചെയ്തു. സൈനിക സംഘടനയും ഗണ്യമായി വികസിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇത്. പ്രാദേശിക തർക്കങ്ങൾ ഉയർന്നുവരികയും അയൽഗോത്രങ്ങൾ ഭീഷണി ഉയർത്തുകയും ചെയ്തപ്പോൾ ഒരു പ്രൊഫഷണൽ സൈന്യത്തിന്റെ രൂപീകരണം അനിവാര്യമായി. ഫറവോമാർ സൈനികരെ പരിശീലിപ്പിക്കാനും സജ്ജീകരിക്കാനും തുടങ്ങി. രാജ്യത്തെ പ്രതിരോധിക്കാനും അതിർത്തികൾ വിപുലീകരിക്കാനും കഴിവുള്ള ഒരു ശക്തമായ സൈനിക ശക്തി സൃഷ്ടിച്ചു. ഈ സൈനിക വൈദഗ്ധ്യം ഈജിപ്തിന്റെ സംരക്ഷണത്തിന് മാത്രമല്ല, എതിരാളി രാജ്യങ്ങൾക്ക് മേലുള്ള ആധിപത്യം ഉറപ്പിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യാവശ്യമായ വ്യാപാര മാർഗങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും അത്യാവശ്യമായിരുന്നു. വ്യാപാര ശൃംഖലകളുടെ വിപുലീകരണം ഈജിപ്തിന്റെ സാംസ്കാരിക തനിമയെ കൂടുതൽ സമ്പന്നമാക്കി. പുതിയ സാമഗ്രികൾ, ആശയങ്ങൾ, കലാപരമായ സ്വാധീനങ്ങൾ എന്നിവ അവതരിപ്പിച്ചു. ലെബനോനിൽ നിന്നുള്ള ദേവദാരു തടിയും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ലാപ്പിസ് ലാസുലിയും പോലുള്ള വസ്തുക്കളുടെ ഒഴുക്ക് ഈജിപ്തിന്റെ സമ്പത്തും കലാപരമായ മികവും വർദ്ധിപ്പിച്ചു.
വിഭവങ്ങളുടെ ഈ പ്രവാഹം ഭരണകൂടത്തിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിപ്പിക്കുന്ന മഹത്തായ വാസ്തുവിദ്യയുടെ നിർമ്മാണത്തിന് കാരണമായി. മൂന്നാം രാജവംശം. മൂന്നാം രാജവംശം പുരാതന ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവ് അടയാളപ്പെടുത്തി പഴയ രാജ്യത്തിന്റെ സ്മരണീയമായ നേട്ടങ്ങൾക്ക് വേദിയൊരുക്കി. ഈ ചലനാത്മകമായ കാലഘട്ടത്തിന്റെ ഫറവോ ജോസർ ആണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം അതുല്യമായ നേട്ടങ്ങളുമായി ഒത്തുപോകുന്നു. ശാശ്വതമായ ഒരു വിശ്രമ സ്ഥലത്തിനുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് സക്കാരയിലെ സ്റ്റെപ്പ് പിരമിഡിന്റെ സൃഷ്ടിക്ക് കാരണമായി. പ്രതിഭാശാലിയായ വാസ്തുശില്പി ഇംഹോട്ടെപ്പ് രൂപകൽപ്പന ചെയ്ത സ്റ്റെപ്പ് പിരമിഡ് 62 മീറ്റർ, അതായത് 203 അടി ഉയരത്തിലേക്ക് ഉയരുന്ന 6 നിലകളുള്ള ഒരു ഘടനയായി വികസിച്ചു. വാസ്തുവിദ്യാ രൂപകൽപ്പനത്തിലെ ഈ മഹത്തായ കുതിച്ചുചാട്ടം പരന്ന മേൽക്കൂരയുള്ള ശവകുടീരങ്ങളിൽ നിന്ന് വലിയ ലംബമായ കെട്ടിടങ്ങളിലേക്കുള്ള പരിവർത്തനത്തെ പ്രതിനിധീകരിച്ചു. പിരമിഡിനു ചുറ്റുമുള്ള സമുച്ചയത്തിൽ മുറ്റങ്ങൾ, ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. രാജകീയ ശവസംസ്കാരങ്ങളോടുള്ള സമഗ്രമായ സമീപനത്തെ ഇത് വ്യക്തമാക്കുന്നു. ഇംഹോട്ടെപ്പിന്റെ പ്രതിഭ വാസ്തുവിദ്യയ്ക്കപ്പുറമായിരുന്നു. അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ സംഭാവനകൾ വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, സാഹിത്യം എന്നിവയിലേക്ക് വ്യാപിച്ചു. മരണാനന്തരം അദ്ദേഹത്തിന്റെ ദൈവീകരണം അദ്ദേഹം നേടിയ അപാരമായ ആദരവിനെ അടിവരയിടുന്നു. പുരാതന ഈജിപ്തിൽ ബൗദ്ധികവും സാംസ്കാരികവുമായ പുരോഗതികളോടുള്ള ഉയർന്ന ബഹുമാനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ജോസറിന് ശേഷം സെംഖെത്ത്, ഖാബ തുടങ്ങിയ ഫറോവമാർ പിരമിഡ് നിർമ്മാണം നൂതനമാക്കി തുടർന്നു. സക്കാരയിലെ സെംഖെത്തിന്റെ പൂർത്തിയാകാത്ത പിരമിഡ് മഹത്തായ രൂപകൽപ്പനകളെ സൂചിപ്പിക്കുന്നു. അതേസമയം സാവീത്ത് എൽ അറിയാനിലെ ഖാബയുടെ ലെയർ പിരമിഡ് കാലഘട്ടത്തിലെ വികസിച്ചു കൊണ്ടിരിക്കുന്ന വാസ്തുവിദ്യാ സാങ്കേതികതകൾക്ക് ഒരു സാക്ഷ്യപത്രമായി നിലനിൽക്കുന്നു. മൂന്നാം രാജവംശകാലത്ത് സൗരാരാധന വലിയ പ്രാധാന്യം നേടി. സൂര്യദേവനായ റാ ഈജിപ്ഷ്യൻ ദേവസഭയിൽ കൂടുതൽ പ്രധാനമായി. ഫറോവമാർ സ്വയം അദ്ദേഹത്തിന്റെ ഭൗമിക രൂപങ്ങളായി കാണിച്ചു. മതപരമായ ആശയശാസ്ത്രത്തിലെ ഈ മാറ്റം റായ്ക്ക് സമർപ്പിച്ച ക്ഷേത്രങ്ങൾ പോലുള്ള സൗരക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ പ്രതിഫലിച്ചു. ഇത് ഫറവോയുടെ ദൈവിക അധികാരത്തെ പ്രതീകവൽക്കരിച്ചു. ടർക്കോയിസ്, ചെമ്പ് എന്നിവയ്ക്കായുള്ള സിനായ് ഉപദ്വീപിലേക്കുള്ള അന്വേഷണങ്ങൾ, സ്വർണത്തിനായി നൂബിയയിലേക്കുള്ള വ്യാപാര മാർഗങ്ങൾ എന്നിവ ഈജിപ്ഷ്യൻ സമ്പദ്വ്യവസ്ഥയെ സമ്പന്നമാക്കി. സമ്പത്തിന്റെ ഈ വർധനവ് സംസ്കാരത്തിന്റെ കലാപരമായ മികവ് പ്രദർശിപ്പിക്കുന്ന മനോഹരമായ വസ്തുക്കൾ, ആഭരണങ്ങൾ, മൺപാത്രങ്ങൾ എന്നിവയുടെ സൃഷ്ടിയെ സഹായിച്ചു. പഴയ രാജ്യവും പിരമിഡുകളുടെ കാലഘട്ടവും. പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയുടെ ഉന്നതിയെ പ്രതിനിധീകരിക്കുന്ന പിരമിഡുകളുടെ കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഈജിപ്തിലെ പഴയ രാജ്യം ഏകദേശം ക്രിസ്തുവിന് മുമ്പ് 2686 മുതൽ 2181 വരെ നിലനിന്നു. ഈ സ്മരണീയമായ കാലഘട്ടം പിരമിഡ് നിർമ്മാണത്തിന്റെ അതുല്യമായ വാസ്തുവിദ്യാ വിസ്മയങ്ങൾ, കേന്ദ്രീകൃത രാഷ്ട്രീയ അധികാരം, കലയുടെയും സംസ്കാരത്തിന്റെയും വികാസം എന്നിവയാൽ നിർവചിക്കപ്പെടുന്നു. ഫറവോയുടെ അധികാരം ശക്തിപ്പെടുകയും പിരമിഡിന്റെ പ്രതീകാത്മക ചിത്രം ഈജിപ്ഷ്യൻ നാഗരികതയുടെ പ്രതീകമായി മാറുകയും ചെയ്ത കാലമായിരുന്നു ഇത്. നാലാം രാജവംശത്തിന്റെ കാലത്ത് ഭരിച്ച ഫറവോ കുഫു, ഇത് ഗ്രീക്കുകാർക്ക് ചിയോപ്സ് എന്നറിയപ്പെടുന്നു, ഈ പരിവർത്തനാത്മകമായ കാലഘട്ടത്തിന് മുൻനിരയിലായിരുന്നു. ഗിസ പ്ലാറ്റോയിലെ 3 പിരമിഡുകളിൽ ഏറ്റവും വലുതായ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയുടെ നിർമ്മാണത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം പ്രതിഫലിക്കുന്നത്. 146.6 മീറ്റർ, അതായത് 481 അടി എന്ന യഥാർത്ഥ ഉയരത്തിൽ നിൽക്കുന്ന ഈ മഹത്തായ നിർമ്മിതി ഒരു ശവകുടീരം മാത്രമായിരുന്നില്ല, കുഫുവിന്റെ ശക്തിയുടെയും അഭിലാഷത്തിന്റെയും സാക്ഷ്യമായിരുന്നു. ഏകദേശം 2.3 ദശലക്ഷം ചുണ്ണാമ്പുകല്ലും ഗ്രാനൈറ്റും ഉപയോഗിച്ചാണ് പിരമിഡ് നിർമ്മിച്ചത്. ഓരോന്നും 2.5-നും 15 ടണ്ണിനും ഇടയിൽ തൂക്കമുള്ളതായിരുന്നു. പുരാതന ഈജിപ്ഷ്യരുടെ അവിശ്വസനീയമായ എഞ്ചിനീയറിംഗ് കഴിവുകൾ ഇത് പ്രദർശിപ്പിക്കുന്നു. ഗ്രേറ്റ് പിരമിഡിന്റെ നിർമ്മാണത്തിൽ ആയിരക്കണക്കിന് വിദഗ്ധ തൊഴിലാളികൾ, കരകൗശല വിദഗ്ധർ, വാസ്തുശില്പികൾ എന്നിവരുടെ ഒരു സേന ഉൾപ്പെട്ടിരുന്നു. ഈ മഹത്തായ ദൗത്യത്തിനായി അടിമകളെ ഉപയോഗിച്ചുവെന്ന ആരോപണത്തിന് വിപരീതമായി
തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ തൊഴിലാളികൾക്ക് നന്നായി ഭക്ഷണവും താമസവും നൽകിയിരുന്നുവെന്നും ഫറവോയുടെ പൈതൃകത്തിലേക്കുള്ള അവരുടെ സംഭാവനകളിൽ ശക്തമായ അഭിമാനം ഉണ്ടായിരുന്നുവെന്നുമാണ്. ഇത്തരമൊരു മഹത്തായ പദ്ധതിക്കാവശ്യമായ സംഘടന പഴയ രാജകാലഘട്ടത്തിലെ ഈജിപ്തിൻ്റെ വികസിത ഭരണ നൈപുണ്യങ്ങളെയും സാമൂഹിക ഘടനയെയും പ്രതിഫലിപ്പിക്കുന്നു. തൊഴിലാളികൾ റൊട്ടേറ്റിംഗ് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തു. മാസങ്ങളോളം അവരുടെ കഴിവുകൾ സംഭാവന ചെയ്തു. അവർ പണിയാൻ സഹായിച്ച പിരമിഡുകളുടെ സമീപത്തുള്ള ശവസംസ്കാരത്തിലൂടെ അവരുടെ അധ്വാനത്തെ ആദരിച്ചു. ഇപ്പോൾ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായ ഗീസ പ്ലാറ്റോയിൽ നിഗൂഢമായ സ്ഫിൻക്സും സ്ഥിതി ചെയ്യുന്നു. സിംഹത്തിൻ്റെ ശരീരവും ഫറവോയുടെ തലയുമുള്ള ഭീമാകാരമായ ചുണ്ണാമ്പ് കല്ല് പ്രതിമ ഖുഫുവിൻ്റെ മകനെ പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന സ്ഫിൻക്സ് ഫറവോയുടെ ശക്തിയും ജ്ഞാനവും പ്രതീകവൽക്കരിക്കുകയും ഗീസ ശ്മശാന ഭൂമിയുടെ കാവലാളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 73 മീറ്റർ നീളവും 20 മീറ്റർ ഉയരവുമുള്ള ഈ പ്രതിമ മനുഷ്യബുദ്ധിയുടെയും ദൈവിക ശക്തിയുടെയും സംയോജനത്തെ പ്രതീകവൽക്കരിച്ച് അതിൻ്റെ മഹത്വത്താലും നിഗൂഢതയാലും സന്ദർശകരെ ആകർഷിക്കുന്നു. 4-ാം രാജവംശം പുരോഗമിച്ചപ്പോൾ പിരമിഡ് രൂപകൽപ്പന വികസിച്ചു. ഖുഫുവിൻ്റെ പിതാവായ ഫറവോ സ്നെഫെരു ദാഷൂറിലെ ബെൻഡ് പിരമിഡിൻ്റെയും റെഡ് പിരമിഡിൻ്റെയും നിർമ്മാണത്തിലൂടെ ഗണ്യമായ നവീകരണങ്ങൾ നടത്തി. അതിൻ്റെ കോണിൽ സവിശേഷമായ മാറ്റമുള്ള ബെൻഡ് പിരമിഡ് ആദ്യകാല പിരമിഡ് നിർമ്മാണത്തിൻ്റെ പരീക്ഷണാത്മക സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതേസമയം റെഡ് പിരമിഡ് യഥാർത്ഥ മൃദുവായ വശങ്ങളുള്ള പിരമിഡ് സൃഷ്ടിക്കുന്നതിനുള്ള ആദ്യത്തെ വിജയകരമായ ശ്രമത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ ഘടനകൾ ഈ കാലഘട്ടത്തെ സവിശേഷമാക്കുന്ന സാങ്കേതിക പുരോഗതിയെയും വാസ്തുവിദ്യ വൈദഗ്ധ്യത്തെയും എടുത്തുകാട്ടുന്നു. ഭാവിയിലെ പിരമിഡ് നിർമ്മാണത്തിന് വേദിയൊരുക്കുന്നു. പഴയ രാജ്യം വെറും വാസ്തുവിദ്യാ നേട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല, സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും സമ്പന്നമായ ടാപ്പസ്ട്രി കൊണ്ടും നിർവചിക്കപ്പെട്ടിരുന്നു. ഈജിപ്ഷ്യന്മാർ സൂര്യദേവനായ റാ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു സങ്കീർണമായ ദേവസഭയിൽ വിശ്വസിച്ചിരുന്നു. ഫറോമാർ ദൈവിക ജീവികളായി കണക്കാക്കപ്പെട്ടു. ദൈവങ്ങൾക്കും ജനങ്ങൾക്കുമിടയിലെ മധ്യവർത്തികൾ അവരുടെ ഭരണം, സത്യം, സന്തുലനം, ക്രമം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന മാത് എന്ന ആശയത്തിലൂടെ നിയമാനുസൃതമാക്കി. ഈ ആശയശാസ്ത്രം ഭരണത്തിൽ നിന്ന് ദൈനംദിന പ്രവർത്തനങ്ങൾ വരെയുള്ള ഈജിപ്ഷ്യൻ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും വ്യാപിച്ചിരുന്നു. പഴയ രാജ്യത്തിൻ്റെ പ്രതാപവും നേട്ടങ്ങളും ഉണ്ടായിട്ടും ഈ സുവർണ കാലഘട്ടം അനന്തമായി നിലനിന്നില്ല. ഫറവോമാരുടെ കേന്ദ്രീകൃത അധികാരം ക്ഷയിക്കാൻ തുടങ്ങിയതോടെ നോമാർക്കുകൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക ഗവർണർമാർ കൂടുതൽ സ്വാധീനം നേടി. അധികാര വിഭജനത്തിലേക്ക് ഇത് നയിച്ചു. ഈ മാറ്റം പഴയ രാജ്യത്തിൻ്റെ തകർച്ചയെയും രാഷ്ട്രീയ കലാപത്തിൻ്റെയും സാമൂഹിക അസ്ഥിരതയുടെയും കാലമായ 1-ാം ഇടക്കാല കാലഘട്ടത്തിൻ്റെ ഉയർച്ചയെയും സൂചിപ്പിച്ചു. 1-ാം ഇടക്കാല കാലഘട്ടം ഏകദേശം ക്രിസ്തുവിനു മുമ്പ് 2181 മുതൽ 2055 വരെ പുരാതന ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. കേന്ദ്ര അധികാരം ദുർബലമായതോടെ ഈജിപ്ത് ശക്തരായ നോമാർക്കുകൾ മത്സരിക്കുന്ന പ്രാദേശിക സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു. വിവിധ ഫാഷനുകൾ നിയന്ത്രണത്തിനും നിയമാനുസൃതയ്ക്കും വേണ്ടി മത്സരിച്ചപ്പോൾ ഈ വിഭജനം ആഭ്യന്തര സംഘർഷത്താൽ വിശേഷിപ്പിക്കപ്പെട്ടു. ഫറവോമാരുടെ കേന്ദ്രീകൃത അധികാരത്തിൻ്റെ തകർച്ച മഹത്തായ നിർമ്മാണത്തിൽ ഒരു ഇടിവിലേക്കും ഒരിക്കൽ ഏകീകൃതമായിരുന്ന മതപരവും സാംസ്കാരികവുമായ ആചാരങ്ങളുടെ മോശപ്പെടലിലേക്കും നയിച്ചു. പഴയ രാജ്യത്തിൻ്റെ പൈതൃകം ചരിത്രത്തിലുടനീളം പ്രതിധ്വനിക്കുന്നു. ആധുനിക കാലത്ത് ആശ്ചര്യവും ആകർഷണവും പ്രചോദിപ്പിക്കുന്ന ഗിസയിലെ മഹത്തായ പിരമിഡുകൾ പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി തുടരുന്നു. പുരാതന ഈജിപ്ഷ്യരുടെ മേധാവിത്വത്തിനും അഭിലാഷത്തിനും ഒരു സാക്ഷ്യമാണിത്. അവയുടെ സാന്നിധ്യം നിർമ്മാണ കലയിൽ മാത്രമല്ല, തുടർന്നുള്ള മഹത്തായ സാമ്രാജ്യങ്ങൾക്ക് അടിത്തറയിട്ട സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും ടാപ്പസ്ട്രി രൂപപ്പെടുത്തിയ ഒരു നാഗരികതയുടെയും ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കുന്നു. പ്രാചീന ഈജിപ്തിലെ പഴയ രാജവംശത്തിൻ്റെ സുവർണകാലം അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഈജിപ്ത് ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. നൂറ്റാണ്ടുകളായി സ്ഥിരതയും ശക്തിയും പ്രകടിപ്പിച്ചിരുന്ന സമൂഹം അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വിധേയമാവാൻ തുടങ്ങി. ഫറവോയുടെ കേന്ദ്രീകൃത അധികാരം ക്ഷയിച്ചു തുടങ്ങിയതോടെ രാഷ്ട്രീയ മണ്ഡലം വിഭജനത്തിൻ്റെ പാതയിലായി.
പ്രത്യേകിച്ച് രണ്ടാം പെപ്പിയുടെ ഭരണാനന്തരം പഴയ രാജവംശത്തിൻ്റെ തകർച്ച വേഗത്തിലായി. ഏകദേശം ക്രിസ്തുവിനു മുമ്പ് 2184 രണ്ടാം പെപ്പിയുടെ മരണം രാജ്യത്തിൽ ഒരു അധികാര ശൂന്യത സൃഷ്ടിച്ചു. ഫറവോയുടെ ദൈവിക ഭരണം ക്ഷയിച്ചതോടെ നോമാർക്കുകൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക ഗവർണർമാർ അവരുടെ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു തുടങ്ങി. മഹത്വാകാംക്ഷയും വിഭവ സമ്പന്നതയും നിറഞ്ഞ ഈ പ്രാദേശിക നേതാക്കൾ അധികാര ശൂന്യതയിൽ നിന്ന് നേട്ടമുണ്ടാക്കി. ഇത് പ്രാദേശിക എതിർപ്പുകളിലേക്കും സംഘർഷങ്ങളിലേക്കും നയിച്ചു. നോമാറുകളുടെ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടം വ്യാപാര ശൃംഖലകളുടെ തകർച്ചയിലേക്കും കാർഷിക സ്ഥിരതയുടെ നഷ്ടത്തിലേക്കും നയിച്ചു. ഒരിക്കൽ ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതീകമായിരുന്ന ഈജിപ്ത് ഇപ്പോൾ വിഭവങ്ങൾക്കും അധികാരത്തിനും വേണ്ടിയുള്ള പ്രതിയോഗിതയിൽ മുഴുകി. എന്നാൽ ഈ വിഭജനത്തിൻ്റെയും വികേന്ദ്രീകരണത്തിൻ്റെയും കാലഘട്ടം ഒരു അത്ഭുതകരമായ സാംസ്കാരിക നവീകരണത്തിൻ്റെ കാലം കൂടിയായിരുന്നു. കേന്ദ്രീകൃത കലാപാരമ്പര്യത്തിൻ്റെ കർശനമായ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതമായ പ്രാദേശിക രീതികൾ വികസിച്ചു. കുലാല നിർമ്മിതികൾ, ശില്പകല, തുണിത്തരങ്ങൾ എന്നിവയിൽ വൈവിധ്യമാർന്ന രീതികൾ പ്രത്യക്ഷപ്പെട്ടു. ഇവ നിത്യജീവിതം, ആത്മീയത, സാമൂഹിക ഘടനകൾ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്ന വൈവിധ്യമാർന്ന വിഷയങ്ങൾ അവതരിപ്പിച്ചു. കലാകാരന്മാർ പ്രാദേശിക പരിസ്ഥിതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. അവരുടെ സൃഷ്ടികൾ ഈ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലെ സമൂഹങ്ങളുടെ ഊർജ്ജസ്വലതയെയും പ്രതിരോധശേഷിയെയും പ്രകടമാക്കി. മതപരമായ വിശ്വാസങ്ങളിലും ഗണ്യമായ പരിവർത്തനം സംഭവിച്ചു. ഫാറോ ഇനി ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഏക മധ്യസ്ഥനായി കരുതപ്പെട്ടില്ല. ആരാധന പ്രാദേശിക ദൈവങ്ങളിലേക്കും പൂർവിക ആരാധനയിലേക്കും മാറി. കുടുംബങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് ശരിയായ ശവസംസ്കാര ചടങ്ങുകൾ ഉറപ്പാക്കുന്നതിനെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മരിച്ചവരെ ആദരിക്കുന്നതിൻ്റെ പ്രാധാന്യം ഊന്നിക്കാട്ടി. ആത്മീയതയുടെ ഈ ജനകീയവൽക്കരണം സാധാരണക്കാർക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി അർത്ഥവത്തായ രീതിയിൽ ബന്ധപ്പെടാൻ അവസരം നൽകി. ഈ പരിവർത്തന കാലഘട്ടത്തിൽ തീബ്സിലെ രണ്ടാം മെൻറ്റുഹോട്ടപ്പ് എന്ന നേതാവ് ഒരു ഐക്യശക്തിയായി ഉയർന്നുവന്നു. പുനരൈക്യത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ അദ്ദേഹം എതിരാളികളായ നോമാർക്കുകൾക്കെതിരെ നിർണായക നടപടികൾ കൈക്കൊണ്ടു. അദ്ദേഹത്തിൻ്റെ സൈനിക നീക്കങ്ങൾ വെറും കീഴടക്കലുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് സ്ഥിരതയ്ക്കും ക്രമത്തിനുമുള്ള കൂട്ടായ ആഗ്രഹത്തെ പ്രതിനിധീകരിച്ചു. ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത തന്ത്രങ്ങളും സംഖ്യകളും വഴി മെൻറ്റുഹോട്ടപ്പ് പടിപടിയായി ഈജിപ്തിൻ്റെ വിഭജിതമായ പ്രദേശങ്ങളിൽ നിയന്ത്രണം പുനഃസ്ഥാപിച്ചു. കേന്ദ്രീകൃത അധികാരത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞവരിൽ നിന്ന് പിന്തുണ നേടി. മെൻറ്റുഹോട്ടപ്പിൻ്റെ വിജയകരമായ പ്രചാരണങ്ങൾ ഏകദേശം ക്രിസ്തുവിനു മുമ്പ് 2055 ഈജിപ്തിൻ്റെ പുനരൈക്യത്തിൽ കലാശിച്ചു. ഇത് ഒന്നാം ഇൻ്റർമീഡിയറ്റ് കാലഘട്ടത്തിൻ്റെ അവസാനത്തെ കുറിച്ചു. ഈ നിർണായക നിമിഷം ഫാറോയുടെ ദൈവിക അധികാരം പുനഃസ്ഥാപിച്ചതിനൊപ്പം മധ്യകാല രാജവംശത്തിൻ്റെ ഉദയത്തിനും അടിത്തറയിട്ടു. അദ്ദേഹത്തിൻ്റെ ഭരണം സ്ഥിരതയിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള മടങ്ങിപ്പോക്കിനെ സൂചിപ്പിച്ചു. സംസ്കാരം, കല, ഭരണം എന്നിവയുടെ പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കി. ഈജിപ്ത് മധ്യകാല രാജവംശത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ഒന്നാം ഇൻ്റർമീഡിയറ്റ് കാലഘട്ടത്തിലെ വെല്ലുവിളികളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ പുതിയ ഭരണഘടനയെ രൂപപ്പെടുത്തി. മുൻകാലത്ത് ഉരുത്തിരിഞ്ഞ പ്രാദേശിക ഭരണ സംവിധാനങ്ങളും അധികാര വിഭജനവും പരിഗണിച്ചുകൊണ്ട് ഫാറോയുടെ കൂടുതൽ സന്തുലിതമായ ഭരണരീതി ഈ കാലഘട്ടത്തെ സവിശേഷമാക്കി. മൂന്നാം ഇടക്കാലഘട്ടവും ഈജിപ്തിൻ്റെ പുനർജന്മവും. പ്രാചീന ഈജിപ്തിലെ മൂന്നാം ഇടക്കാലഘട്ടം അധികാര വ്യതിയാനങ്ങളാലും സാംസ്കാരിക ആവിഷ്കാരത്താലും സവിശേഷമായ ഒരു സങ്കീർണമായ കാലഘട്ടമായിരുന്നു. പുതിയ രാജവംശത്തിൻ്റെ അവസാനത്തോടെ ഏകദേശം ക്രിസ്തുവിനു മുമ്പ് 1070 ഈ കാലഘട്ടം ആരംഭിച്ചു. ഫറോമാരുടെ കേന്ദ്രീകൃത അധികാരം ക്ഷയിച്ചു തുടങ്ങിയ ഒരു കാലമായിരുന്നു അത്. രാഷ്ട്രീയ മേഖല വിഭജിതമായതോടെ പ്രാദേശിക ഭരണകൂടങ്ങളും പൗരോഹിത്യ അധികാരവും സവിശേഷമായി സംയോജിച്ച ഒരു വ്യവസ്ഥ രൂപപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ തീബ്സിലെ അമ്മൻ ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതന്മാർ അഭൂതപൂർവമായ അധികാരം നേടി. ഫറോയുടെ പരമ്പരാഗത ഭരണത്തെ വെല്ലുവിളിച്ചു.
പൗരോഹിത്യത്തിനും രാജവംശത്തിനും ഇടയിലുള്ള അധികാര സംഘർഷം പലപ്പോഴും ഈ പ്രദേശത്തെ കൂടുതൽ അസ്ഥിരപ്പെടുത്തി. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരി ക്രിസ്തുവിനു മുൻപ് 1077 മുതൽ 1051 വരെ ഭരിച്ച സ്മെനസ് ആയിരുന്നു. അദ്ദേഹം 21-ാം രാജവംശം സ്ഥാപിച്ച് തലസ്ഥാനം താനിസിലേക്ക് മാറ്റി. ഡെൽറ്റ മേഖലയിലേക്ക് രാഷ്ട്രീയാധികാരത്തിന്റെ മാറ്റം അടയാളപ്പെടുത്തി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭരണം ഈജിപ്തിൽ സ്വാധീനം ചെലുത്തിയ അമ്മൻ പുരോഹിതന്മാരുടെ വർദ്ധിച്ച സ്വാധീനത്താൽ മങ്ങിപ്പോയി. ഈ കാലഘട്ടം അധികാര വികേന്ദ്രീകരണത്താൽ വിശേഷിപ്പിക്കപ്പെടുന്നു. പലപ്പോഴും നോമാർക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന വിവിധ പ്രാദേശിക നേതാക്കന്മാർ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തുടങ്ങി. മുമ്പത്തെ കേന്ദ്രീകൃത അധികാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാദേശിക ഭരണാധികാരികൾക്ക് സ്വന്തം അജണ്ടകളുണ്ടായിരുന്നു. അവർ അവരുടെ പ്രദേശങ്ങളിൽ നിയന്ത്രണം നിലനിർത്തി. ഈ വിഭജനം വെറും ദൗർബല്യത്തിന്റെ അടയാളമായിരുന്നില്ല. ഈജിപ്ഷ്യൻ ജനതയുടെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന വിവിധ തരം സാംസ്കാരിക ആവിഷ്കാരങ്ങൾ വികസിക്കാൻ ഇത് അനുവദിച്ചു. ലിബിയൻ രാജാവായ ഷോയൻ ഒന്നാമൻ സ്ഥാപിച്ച 22-ാം രാജവംശം ഈ കാലഘട്ടത്തിൽ ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവന്നു. ക്രിസ്തുവിനു മുമ്പ് 943 മുതൽ 922 വരെ ഭരിച്ച ഷോയൻ ഒന്നാമൻ ലെവന്റിലെ സൈനിക പ്രചാരണങ്ങൾക്ക് പ്രസിദ്ധനായിരുന്നു. മുൻകാലങ്ങളിൽ വിദേശ നിയന്ത്രണത്തിൽ ആയിരുന്ന പ്രദേശങ്ങളിലേക്ക് ഈജിപ്ഷ്യൻ സ്വാധീനം വ്യാപിപ്പിച്ചു. ആഭ്യന്തര രാഷ്ട്രീയ ഘടന വിഭജിതമായി തുടർന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണം പലപ്പോഴും മുൻകാലങ്ങളിലെ സാമ്രാജ്യത്വ മനോഭാവത്തിന്റെ പുനരുജ്ജീവനമായി കണക്കാക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിത്വം ക്രിസ്തുവിനു മുമ്പ് 9-ാം നൂറ്റാണ്ടിൽ ഭരിച്ച ഒസാരിൻ രണ്ടാമനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം അധികാരം കേന്ദ്രീകരിക്കാനും ഫറോയുടെ ദൈവിക ഭരണാവകാശം വീണ്ടെടുക്കാനുമുള്ള ശ്രമങ്ങൾ കണ്ടു. ദൈവങ്ങൾക്ക് സമർപ്പിച്ച ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന നിർമ്മാണ പദ്ധതികൾ ഒസോറിന്റെ ഭരണകാലത്ത് അടയാളപ്പെടുത്തി. 3-ാം ഇടക്കാലഘട്ടത്തിൽ ഈജിപ്തും അയൽ പ്രദേശങ്ങളും പ്രത്യേകിച്ച് നുബിയയുമായുള്ള ബന്ധം പരിവർത്തനങ്ങൾക്ക് വിധേയമായി. ഈജിപ്ഷ്യൻ സംസ്ഥാനത്തിന്റെ ശക്തി കുറഞ്ഞു വന്നപ്പോൾ നുബിയൻ ഭരണാധികാരികൾ ഈ സാഹചര്യം മുതലെടുത്തു. 25-ാം രാജവംശത്തിൽ നിന്നുള്ള ഖദാത്തോസ് ക്രിസ്തുവിനു മുമ്പ് 750ഓടെ ഈജിപ്തിനെ ആക്രമിച്ചു. ദുർബലമായ രാഷ്ട്രത്തിന്റെ സ്ഥിതി മുതലെടുത്ത് അദ്ദേഹത്തിന്റെ ഭരണം ഒരു പ്രധാന മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. നുബിയൻ രാജാക്കന്മാർ ഈജിപ്തിനെ ഭരിക്കാൻ തുടങ്ങി. പുതിയ ഒരു രാജവംശം അവർ സ്ഥാപിച്ചു. ഈ കാലത്ത് ഈജിപ്തും നുബിയയും തമ്മിലുള്ള സംവേദനങ്ങൾ സങ്കീർണവും ബഹുമുഖവുമായിരുന്നു. സംഘർഷമുണ്ടായിരുന്നെങ്കിലും സാംസ്കാരിക കൈമാറ്റവും ഉണ്ടായിരുന്നു. നുബിയൻ ഭരണാധികാരികൾ ഈജിപ്ഷ്യൻ ആചാരങ്ങൾ, മതം, കലാരൂപങ്ങൾ എന്നിവ സ്വീകരിച്ചു. സംസ്കാരങ്ങളുടെ അനന്യമായ സമ്മിശ്രണത്തിന് വഴിതെളിച്ചു. ഈ പാരമ്പര്യങ്ങളുടെ സംയോജനം ഇരു സമൂഹങ്ങളെയും സമ്പന്നമാക്കി, ഭാവിയിലെ സംവേദനങ്ങൾക്ക് അടിത്തറയിട്ടു. കാലക്രമേണ കിഴക്കൻ മധ്യപൂർവ്വ ദേശത്ത് അസീറിയൻ സാമ്രാജ്യത്തിന്റെ ഉയർച്ച ഈജിപ്തിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തി. അസീറിയൻ വിപുലീകരണം സൈനിക ഏറ്റുമുട്ടലുകൾക്ക് കാരണമായി. ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ ഈ ശക്തിശാലിയായ അയൽക്കാരുമായുള്ള ബന്ധങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തു തുടങ്ങി. ഈജിപ്തിന്റെ സ്വാധീനം കുറഞ്ഞതും പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടതും രാഷ്ട്രീയ ഘടനയെ കൂടുതൽ സങ്കീർണമാക്കി. ആഭ്യന്തര സംഘർഷങ്ങളും ബാഹ്യ സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നെങ്കിലും 3-ാം ഇടക്കാലഘട്ടം വെറും തകർച്ചയുടെ കാലമായിരുന്നില്ല. അത് സാംസ്കാരിക പ്രതിരോധശേഷിയുടെയും അനുകൂലനത്തിന്റെയും കാലം കൂടിയായിരുന്നു. രാഷ്ട്രീയ ഘടനകൾ മാറിയപ്പോഴും ഈജിപ്തിലെ ജനങ്ങൾ അവരുടെ സമ്പന്നമായ പാരമ്പര്യങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും ഒരുതരം തനിമ നിലനിർത്തി. ആഘോഷങ്ങൾ, മതപരമായ ചടങ്ങുകൾ, കലാപരമായ ആവിഷ്കാരങ്ങൾ എന്നിവ നിലനിന്നു. ജനങ്ങളെ അവരുടെ പുരാതന പൈതൃകവുമായി ബന്ധിപ്പിച്ചു. പുതിയ രാജ്യം, ഈജിപ്തിന്റെ ശക്തിയുടെയും സംസ്കാരത്തിന്റെയും സുവർണകാലം. പുതിയ രാജ്യത്തിന്റെ ഉയർച്ച പ്രാചീന ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. അതുല്യമായ ശക്തി, സമ്പത്ത്, സാംസ്കാരിക നേട്ടങ്ങൾ എന്നിവ കൊണ്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടം. ഏകദേശം ക്രിസ്തുവിനു മുമ്പ് 1550 മുതൽ 1070 വരെയുള്ള ഈ കാലയളവ് ഈജിപ്തിന്റെ സ്വാധീനത്തിന്റെ പാരമ്യമായി അംഗീകരിക്കപ്പെടുന്നു. അവരുടെ പ്രദേശങ്ങൾ വിപുലീകരിക്കുകയും പ്രാചീന ലോകത്തിലെ പ്രബല ശക്തിയായി തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു.
പുതിയ രാജ്യം ഈജിപ്തിന്റെ സൈനിക മികവ് മാത്രമല്ല പ്രദർശിപ്പിച്ചത്, കലകൾ, വാസ്തുവിദ്യ, മതം എന്നിവയിലും അഭിവൃദ്ധി പ്രാപിച്ചു. ഈജിപ്തിന്റെ വടക്കൻ പ്രദേശങ്ങൾ താൽക്കാലികമായി കൈയടക്കിയിരുന്ന ഹിക്സോസ് എന്ന വിദേശ രാജവംശത്തെ പുറത്താക്കിയതോടെയാണ് പുതിയ രാജ്യം ആരംഭിച്ചത്. 18ാമത്തെ രാജവംശത്തിന്റെ സ്ഥാപകനായ അഹ്മോസ് ഒന്നാമന്റെ സൈനിക പ്രചരണം വിജയകരമായി ഹിക്സോസിനെ പുറത്താക്കി. ഈജിപ്ഷ്യൻ ദേശീയതയുടെ പുനരുജ്ജീവനത്തിന് കാരണമായി. അഹ്മോസിന്റെ ഭരണം പുതിയ രാജ്യത്തിന്റെ സ്വഭാവം നിർണയിച്ചു. ശക്തമായ വിപുലീകരണവും സൈനിക മികവും. ഫറോ ഒരു ദൈവവും ഭരണാധികാരിയുമാണെന്ന വിശ്വാസത്താൽ ഈ കാലഘട്ടം വിശേഷിപ്പിക്കപ്പെട്ടു. ദൈവിക ലോകത്തിനും ഭൗതിക ലോകത്തിനും ഇടയിലെ ഒരു പ്രധാന കണ്ണിയായി സേവിച്ചു. പുതിയ രാജ്യത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വശം ശക്തവും സംഘടിതവുമായ ഒരു സൈന്യത്തിന്റെ സ്ഥാപനമായിരുന്നു. തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ പ്രദേശങ്ങൾ വിപുലീകരിക്കാനും നന്നായി സജ്ജീകരിച്ച ഒരു സൈന്യത്തിന്റെ ആവശ്യകത ഫറോമാർ തിരിച്ചറിഞ്ഞു. സൈനിക ഘടന വികസിച്ചു. മെച്ചപ്പെട്ട ആയുധങ്ങൾ, രഥങ്ങൾ, അച്ചടക്കമുള്ള കാലാൾ സൈന്യം എന്നിവ ഉൾപ്പെടുത്തി ഈ ശക്തമായ സേന ഈജിപ്തിനെ നുബിയ, ലെവന്റ്, കിഴക്കൻ മധ്യപൂർവ്വദേശം എന്നിവിടങ്ങളിലേക്ക് സൈനിക ദൗത്യങ്ങൾ നടത്താൻ അനുവദിച്ചു. ഈജിപ്തിന്റെ നെപ്പോളിയൻ എന്ന് പരാമർശിക്കപ്പെടുന്ന തുത്മാസ് മൂന്നാമൻ പോലുള്ള പ്രമുഖരായ ഫറോമാർ വിപുലമായ സൈനിക പ്രചാരണങ്ങൾ ഏറ്റെടുത്തു. ഈജിപ്തിന്റെ സാമ്രാജ്യം അതിന്റെ ഏറ്റവും വലിയ പ്രാദേശിക വിസ്തൃതിയിലേക്ക് വിപുലീകരിച്ചു. തുത്മസ് മൂന്നാമന്റെ പ്രചാരണങ്ങൾ വെറും കീഴടക്കലല്ലായിരുന്നു. അവ വ്യാപാര പാതകളിലും വിഭവങ്ങളിലും ഈജിപ്തിന്റെ ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. പുതിയ രാജ്യത്തിന്റെ സൈനിക പ്രചാരണങ്ങൾ സൂക്ഷ്മമായ ആസൂത്രണവും നടത്തിപ്പും കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടു. ഉദാഹരണത്തിന്, തുത്മസ് മൂന്നാമൻ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളും വഞ്ചനാപരമായ തന്ത്രങ്ങളും ഉൾപ്പെടെയുള്ള നൂതന തന്ത്രങ്ങൾ ഉപയോഗിച്ചു. കനാനിലും സിറിയയിലും അദ്ദേഹം നടത്തിയ പ്രചരണങ്ങൾ പ്രധാന നഗരങ്ങളുടെയും പ്രദേശങ്ങളുടെയും സ്വായത്തീകരണത്തിന് കാരണമായി. സാമ്പത്തിക സമൃദ്ധിക്ക് അത്യാവശ്യമായ വ്യാപാര മാർഗങ്ങളിലും വിഭവങ്ങളിലും ഈജിപ്തിന്റെ പിടിമുറുക്കി. ഈ പ്രചരണങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തി ക്ഷേത്ര ഭിത്തികളിലും ശിലാലേഖനങ്ങളിലും രേഖകൾ സംരക്ഷിച്ചു. ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ ശക്തിയും നേട്ടങ്ങളും പ്രദർശിപ്പിച്ചു. ഈ വിജയങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട സമ്പത്ത് പ്രാമാണിക നിർമ്മാണ പദ്ധതികൾ സാധ്യമാക്കി. കൂടുതലായി ഫറോയുടെ ശക്തിയും ദൈവങ്ങളോടുള്ള ആത്മാർപ്പണവും പ്രദർശിപ്പിച്ചു. പുതിയ രാജ്യത്തിന്റെ വാസ്തുവിദ്യ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിന്റെ സമൃദ്ധിയും മഹത്വാകാംക്ഷകളും പ്രതിഫലിപ്പിക്കുന്നു. ഭവ്യമായ ക്ഷേത്രങ്ങളും വിശുദ്ധമായ ശവകുടീരങ്ങളും ഈ കാലത്തിന്റെ മുഖമുദ്രയായി മാറി. ഏറ്റവും പ്രസിദ്ധമായ ഘടനകളിൽ ഒന്നാണ് അമൻ ദൈവത്തിന് സമർപ്പിച്ച കർണക് ക്ഷേത്രം. ലക്സറിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ വിശാലമായ സമുച്ചയം ആരാധനയുടെയും തീർത്ഥാടനത്തിന്റെയും കേന്ദ്രമായി പ്രവർത്തിച്ചു. കർണക്കിന്റെ ഭീമമായ വലിപ്പം, അതിന്റെ വിശാലമായ തൂണുകളും സങ്കീർണമായ ഹൈറോഗ്ലിഫുകളും പുരാതന ഈജിപ്തിന്റെ വാസ്തുവിദ്യ മികവിനെയും കലാഭിരുചിയെയും പ്രതീകവൽക്കരിക്കുന്നു. കർണക് ക്ഷേത്രത്തിനുള്ളിൽ 134 അതികായ തൂണുകൾ ഉൾക്കൊള്ളുന്ന ഗ്രേറ്റ് ഹൈപാസ്റ്റൈൽ ഹാൾ അക്കാലത്തെ വാസ്തുവിദ്യാ പുരോഗതിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഈ ഹാൾ ആശ്ചര്യമുണ്ടാക്കാനും പ്രചോദനം നൽകാനും ആയി രൂപകൽപ്പന ചെയ്തിരുന്നു. ഭീമൻ തൂണുകൾ സൃഷ്ടിച്ച വെളിച്ചത്തിന്റെയും നിഴലിന്റെയും കളി ഒരു മാന്ത്രിക അന്തരീക്ഷം സൃഷ്ടിച്ചു. ആരാധകർക്കുള്ള ആത്മീയ അനുഭവം വർദ്ധിപ്പിച്ചു. ക്ഷേത്ര സമുച്ചയം തുടർന്നുള്ള ഫറോമാർ നിരവധി വിപുലീകരണങ്ങൾക്കും നവീകരണങ്ങൾക്കും വിധേയമാക്കി. ഇത് പ്രാചീന ഈജിപ്തിന്റെ മത സാംസ്കാരിക മണ്ഡലത്തിലെ അതിന്റെ പ്രാധാന്യത്തെ കൂടുതൽ സാക്ഷ്യപ്പെടുത്തുന്നു. കർണക്കിന് പുറമെ രാജാക്കന്മാരുടെ താഴ്വര പുതിയ രാജ്യത്തിലെ ഫറോമാരുടെ രാജകീയ ശവസംസ്കാര സ്ഥലമായി ഉയർന്നു വന്നു. ലക്സറിന് സമീപം നൈലിന്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പ്രസിദ്ധനായ തൂതൻഖാമുൻ ഉൾപ്പെടെ നിരവധി ഭരണാധികാരികളുടെ അന്ത്യവിശ്രമ സ്ഥലമായി. ശവകുടീരങ്ങൾ വിശദമായി അലങ്കരിച്ചിരുന്നു. ഫറോയുടെ പരലോകത്തിലേക്കുള്ള സുരക്ഷിതമായ പ്രയാണം ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത ചിത്രങ്ങളും ശിലാലേഖനങ്ങളും ഉണ്ടായിരുന്നു. 1922 ഹൊവാർഡ് കാർട്ടർ
തൂതൻഖാമിന്റെ ശവകുടീരം കണ്ടെത്തിയത് ലോകത്തെ ആകർഷിച്ചു. നിധി നിറഞ്ഞ ഖജനാവ് വെളിപ്പെടുത്തി ആ കാലത്തെ ശവസംസ്കാര ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ചുള്ള വിലപ്പെട്ട അറിവ് നൽകി. തുതൻഖാമന്റെ ശവകുടീരം മറ്റുള്ളവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ വലുപ്പത്തിൽ ചെറുതായിരുന്നെങ്കിലും സ്വർണ്ണ ശവസംസ്കാര മുഖംമൂടികൾ, രഥങ്ങൾ, സൂക്ഷ്മമായി കരകൗശലത്തോടെ നിർമ്മിച്ച ആഭരണങ്ങൾ തുടങ്ങിയ അതിമനോഹരമായ കലാവസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്ന് പുരാതന ഈജിപ്തിന്റെ ഏറ്റവും തിരിച്ചറിയപ്പെടുന്ന ചിഹ്നങ്ങളിലൊന്നായ ഐക്കോണിക് സ്വർണ്ണ മുഖംമൂടി ആ കാലഘട്ടത്തിലെ കലാചാതുര്യവും കരകൗശലവും പ്രതിഫലിപ്പിക്കുന്നു. തൂതൻഖാമന്റെ ശവകുടീരത്തിൽ കണ്ടെത്തിയ നിധികൾ ഫറവോയുടെ സമ്പത്ത് മാത്രമല്ല, പുതിയ രാജ്യത്തിന്റെ ശവസംസ്കാര ആചാരങ്ങൾ, ദൈനംദിന ജീവിതം, കലാനേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അമൂല്യമായ വിവരങ്ങളും നൽകി. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ചുരുക്കം ചില വനിതാ ഫറവോമാരിൽ ഒരാളായ ഹാറ്റ്ഷെപ്സുട്ടിന്റെ ഭരണകാലം പുതിയ രാജ്യത്തിന്റെ ശ്രദ്ധേയമായ ഒരു വെളിച്ചമായിരുന്നു. 18ാം രാജവംശത്തിൽ ഭരണം നടത്തിയ ഹാറ്റ്ഷെപ്സുട്ട് തന്റെ ആകാംക്ഷാപൂർണമായ നിർമ്മാണ പദ്ധതികൾക്ക് പ്രശസ്തയാണ്. ഡി അൽ ബഹാരിയിലെ അവരുടെ മോർച്ചറി ക്ഷേത്രം ഉൾപ്പെടെ രാജാക്കന്മാരുടെ താഴ്വരയിലെ കുന്നുകളിൽ കൊത്തിയെടുത്ത ഈ ക്ഷേത്രത്തിൽ ടെറസുകൾ, കോളനേഡുകൾ, അവരുടെ നേട്ടങ്ങൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ ചുവർ ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. സൈനിക കീഴടക്കലിനേക്കാൾ വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഹാറ്റ്ഷെപ്സുട്ടിന്റെ ഭരണകാലം പൂണ്ട് ദേശത്തേക്കുള്ള പ്രശസ്തമായ വ്യാപാര യാത്രകൾക്ക് കാരണമായി. ഈ വ്യാപാര ശൃംഖല സുഗന്ധദ്രവ്യങ്ങൾ, ആനക്കൊമ്പ്, സ്വർണം എന്നിവ പോലുള്ള അപൂർവ വസ്തുക്കൾ കൊണ്ടുവന്നു. ഈജിപ്തിനെ കൂടുതൽ സമ്പന്നമാക്കുകയും ഹാറ്റ്ഷെപ്സുട്ടിന്റെ പാരമ്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പുതിയ രാജ്യത്തിന്റെ കലാപരമായ നേട്ടങ്ങൾ ഒരുപോലെ പ്രശംസനീയമായിരുന്നു. കലാകാരന്മാരും കൈത്തൊഴിലാളികളും വളർന്നു. മനോഹരമായ ശില്പങ്ങളും ആഭരണങ്ങളും മൺപാത്രങ്ങളും അവർ നിർമ്മിച്ചു. മനുഷ്യരൂപത്തിന്റെ ചിത്രീകരണം കൂടുതൽ സ്വാഭാവികമായി ശരീരഘടനയുടെയും അനുപാതത്തിന്റെയും ഉയർന്ന ധാരണയെ പ്രതിഫലിപ്പിച്ചു. അമെൻഹോട്ടെപ് നാലാമന്റെ ഭാര്യയായ നെഫർട്ടിറ്റിയുടെ പ്രശസ്തമായ ബസ്റ്റ് അതിന്റെ സങ്കീർണമായ വിശദാംശങ്ങളും ജീവസുറ്റ പ്രാതിനിധ്യവുമായി ആ കാലത്തെ കലാചാതുര്യത്തിന്റെ മാതൃകയാണ്. പുതിയ രാജ്യത്തിന്റെ കലാപരമായ പൈതൃകം ആ കാലഘട്ടത്തിന്റെ സൗന്ദര്യശാസ്ത്രം മാത്രമല്ല പ്രതിഫലിപ്പിച്ചത്, മതരാഷ്ട്രീയ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു മാർഗമായും പ്രവർത്തിച്ചു. ഈ കാലഘട്ടം അമെൻഹോട്ടെപ് നാലാമന്റെ ഭരണകാലത്തെ സവിശേഷതയുള്ളതാക്കി മാറ്റി. ഗണ്യമായ മതപരവും കലാപരവുമായ പരിവർത്തനങ്ങൾ അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ അമെൻഹോട്ടെപ് നാലാമൻ എന്നു പേരുള്ള അക്നാറ്റൻ പരമ്പരാഗത ദൈവങ്ങളുടെ പാന്തിയോണിൽ നിന്ന് ആരാധന സൂര്യബിംബം പ്രതിനിധാനം ചെയ്യുന്ന ഏകദൈവമായ ആഡൻ എന്നതിലേക്ക് മാറ്റി. ഈ തീവ്രമായ മാറ്റം അമനിന്റെ പുരോഹിത വർഗത്തിനിടയിൽ വിവാദവും എതിർപ്പും സൃഷ്ടിച്ചു. അക്നാറ്റന്റെ ഭരണകാലം വ്യക്തമായ ഒരു കലാശൈലിയുടെ സവിശേഷതയായിരുന്നു. യാഥാർത്ഥ്യവും ആത്മീയതയും ഊന്നിക്കാണിച്ചു. രാജകുടുംബത്തിന്റെ ദൈനംദിന ജീവിതത്തിലെ ചിത്രീകരണങ്ങൾ ഇവ കാണാം. ഈ കാലഘട്ടത്തിലെ കലാസൃഷ്ടികൾ പലപ്പോഴും സ്വാഭാവികമായ രൂപങ്ങൾ പ്രദർശിപ്പിച്ചു. മുമ്പ് ഈജിപ്ഷ്യൻ കലയിൽ അപൂർവമായിരുന്ന വികാരങ്ങളും ഇടപെടലുകളും പിടിച്ചെടുത്തു. ആധുനിക അമർന എന്നറിയപ്പെടുന്ന ആഡൻ നഗരം പുതിയ മതതലസ്ഥാനമായി അക്നാറ്റന്റെ സ്ഥാപനം പരമ്പരാഗത സമ്പ്രദായങ്ങളിൽ നിന്നുള്ള വ്യതിയാനത്തെ അടയാളപ്പെടുത്തി. നഗരം ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തിരുന്നു. ആഡനിനെ ആരാധിക്കുന്നതിന് സൂര്യനെ ഊന്നിക്കാട്ടുന്ന തുറന്ന ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നു. വാസ്തുവിദ്യ ലേഔട്ട് സ്ഥാപിച്ച മാനദണ്ഡങ്ങളിൽ നിന്നുള്ള ഈ മാറ്റം അവിടെ പ്രതിഫലിപ്പിച്ചു. അക്നാറ്റന്റെ പുതിയ മതാശയധാര പ്രോത്സാഹിപ്പിക്കാനുള്ള ആഗ്രഹം പ്രദർശിപ്പിച്ചു. എന്നിരുന്നാലും ഈ വ്യതിയാനം ഈജിപ്തിനുള്ളിലെ പരമ്പരാഗത വിഭാഗങ്ങളിൽ നിന്ന് ഗണ്യമായ പ്രതികരണത്തിന് കാരണമായി. അവർ സ്ഥാപിച്ച ദൈവങ്ങളോടും പഴയ മാർഗങ്ങളോടും കൂറുള്ളവരായി തുടർന്നു. അക്നാറ്റന്റെ ഭരണത്തിന്റെ അവസാനം തൂതൻഖാമന് കീഴിൽ പരമ്പരാഗത മതാചാരങ്ങളിലേക്ക് മടങ്ങുന്നത് കണ്ടു. അദ്ദേഹം അമണിന്റെ ആരാധന പുനഃസ്ഥാപിക്കുകയും
മുൻഗാമിയുടെ പല പരിഷ്കാരങ്ങളും മറികടക്കുകയും ചെയ്തു. ഈ പുനഃസ്ഥാപനം ഈജിപ്ഷ്യൻ ജനതയുടെ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. മുൻവർഷങ്ങളിലെ പ്രക്ഷോഭങ്ങൾക്കിടയിലും അവരുടെ സ്ഥാപിത പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചു തൂതൻഖാമന്റെ ഭരണകാലം ചുരുക്കമായിരുന്നെങ്കിലും സ്ഥിരതയിലേക്കുള്ള മടക്കത്തെ ഇത് അടയാളപ്പെടുത്തി. പരമ്പരാഗത ആരാധനാ സമ്പ്രദായങ്ങളുടെ പുനഃസ്ഥാപനം ഫറവോയുടെ ന്യായാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. പുതിയ രാജ്യം സ്തുതികൾ, പ്രാർത്ഥനകൾ, മതപരമായ രചനകൾ എന്നിവയുമായി സാഹിത്യത്തിലും ഗണ്യമായ പുരോഗതി കണ്ടു. ജനങ്ങളുടെ ആത്മീയ ഭക്തി പ്രതിഫലിപ്പിച്ചു. ഈ രചനകൾ പുരാതന ഈജിപ്ഷ്യൻകാരുടെ വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും അമൂല്യമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. ദൈവികതയുമായുള്ള അവരുടെ ആഴത്തിലുള്ള ബന്ധം പ്രദർശിപ്പിക്കുന്നു. വാസ്തുവിദ്യ, കല, സംസ്കാരം എന്നിവയിലെ അതിൻ്റെ മഹത്തായ നേട്ടങ്ങളിലൂടെ പുതിയ രാജ്യത്തിൻ്റെ പാരമ്പര്യം നിലനിൽക്കുന്നു. അതിൻ്റെ ക്ഷേത്രങ്ങളുടെ പ്രൗഢി, അതിൻ്റെ കലാവസ്തുക്കളുടെ സൗന്ദര്യം, അതിൻ്റെ മതപരമായ പാരമ്യങ്ങളുടെ സമ്പന്നത എന്നിവ ലോകത്തെ ആകർഷിക്കുന്നത് തുടരുന്നു. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഉയർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു. മൂന്നാം ഇടക്കാല കാലഘട്ടം മാറ്റത്തിൻ്റെയും വിഭജനത്തിൻ്റെയും കാലം. മൂന്നാം ഇടക്കാല കാലഘട്ടം മാറ്റത്തിൻ്റെയും വിഭജനത്തിൻ്റെയും ഒരു കാലം. പുതിയ രാജ്യം തകർന്നപ്പോൾ അധികാരശൂന്യത ഉടലെടുത്തു. ഫറവോയുടെ കേന്ദ്രീകൃത അധികാരം ദുർബലമായി. വിവിധ നേതാക്കൾ ഈ ശൂന്യത നികത്താൻ ശ്രമിച്ചു. 21-ാം രാജവംശം സ്മെൻസുമായി ആരംഭിച്ചു. BC 1077 മുതൽ 1051 വരെ അദ്ദേഹം ഭരിച്ചു. അദ്ദേഹം തലസ്ഥാനം പിരമിസിൽ നിന്ന് ടാനിസിലേക്ക് മാറ്റി. അധികാര ഗതിശാസ്ത്രത്തിലെ മാറ്റം ഇത് സൂചിപ്പിക്കുന്നു. സ്മെൻസ് ഫറോയുടെ പദവി വഹിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അധികാരം പലപ്പോഴും ഉയർന്ന ഈജിപ്തിന്മേൽ കാര്യമായ നിയന്ത്രണം വഹിച്ചിരുന്ന അമനിന്റെ ഉന്നത പുരോഹിതന്മാരാൽ മറികടക്കപ്പെട്ടു. തേബ്സിലെ ഉന്നത പുരോഹിതന്മാർ സമ്പത്തും സ്വാധീനവും നേടി. വലിയ ക്ഷേത്ര എസ്റ്റേറ്റുകളും വിഭവങ്ങളും കൈകാര്യം ചെയ്തു. അവരുടെ വളരുന്ന ശക്തി അവരെ ഫറവോന്മാരുടെ അധികാരത്തെ വെല്ലുവിളിക്കാൻ അനുവദിച്ചു. ഫലമായി പ്രാദേശിക ഭരണാധികാരികളും മത നേതാക്കളും ആധിപത്യത്തിനായി നിരന്തരം സമരം ചെയ്യുന്ന ഒരു സങ്കീർണമായ രാഷ്ട്രീയ പശ്ചാത്തലം വികസിച്ചു. 22-ാം രാജവംശം ഷോയൻ ഒന്നാമന്റെ ഉയർച്ച കണ്ടു. BC 943 മുതൽ 922 വരെ അദ്ദേഹം ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലം ഈജിപ്ഷ്യൻ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുന്നതിന് ലെവന്റിലേക്ക് നയിച്ച പ്രചാരണങ്ങളുമായി സൈനിക പ്രവർത്തനങ്ങളുടെ പുനരുജ്ജീവനത്തെ അടയാളപ്പെടുത്തി. ഷോയൻജുവിന്റെ സൈനിക വിജയങ്ങൾ ദേശീയ അഭിമാനത്തിന്റെ തോന്നൽ പുനഃസ്ഥാപിക്കുകയും അതിന്റെ അതിർത്തിക്കപ്പുറം ഈജിപ്തിന്റെ സ്വാധീനം വീണ്ടും സ്ഥാപിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈജിപ്തിനുള്ളിലെ അടിസ്ഥാനപരമായ വിഭജനങ്ങൾ രാഷ്ട്രീയ രംഗത്തെ രൂപപ്പെടുത്തുന്നത് തുടർന്നു. മൂന്നാം ഇടക്കാല കാലഘട്ടം പുരോഗമിച്ചതോടെ ക്രിസ്തുവിനു മുമ്പ് 8-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കുഷൈറ്റ് രാജവംശം പ്രമുഖമായി. കാഷ്ട, പി എന്നീ രാജാക്കന്മാർ ഈജിപ്തിന്റെ തകർന്ന അവസ്ഥ നൽകിയ അവസരം തിരിച്ചറിഞ്ഞു. ഉയർന്ന ഈജിപ്തിലേക്കുള്ള കഥയുടെ പ്രചാരണങ്ങൾ അദ്ദേഹത്തിന് നിയന്ത്രണം സ്ഥാപിക്കാൻ അനുവദിച്ചു. അതേസമയം പിയുടെ സൈനിക നടപടികൾ അവസാനം കുഷൈറ്റ് ഭരണത്തിന് കീഴിൽ ഈജിപ്തിന്റെ താൽക്കാലിക ഏകീകരണത്തിലേക്ക് നയിച്ചു. കുഷൈറ്റ് ഫറവോന്മാർ അവരുടെ സ്വന്തം ആചാരങ്ങളും പാരമ്പര്യങ്ങളും കൊണ്ടുവന്നു. അവ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി സമന്വയിപ്പിച്ചു. ഈ കാലയളവിൽ നുബിയയുടെ സ്വാധീനം ഈജിപ്ഷ്യൻ സമൂഹത്തെ സമ്പന്നമാക്കി. കലാശൈലികളുടെയും മതാചാരങ്ങളുടെയും അനന്യമായ സമ്മിശ്രണത്തിന് ഇത് കാരണമായി. കുഷൈറ്റുകൾ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ ഈജിപ്ഷ്യൻ നുബിയൻ വാസ്തുവിദ്യാ ഘടകങ്ങളുടെ സമ്മിശ്രണം പ്രദർശിപ്പിച്ചു. രണ്ട് പ്രദേശങ്ങളുടെയും പരസ്പര ബന്ധം ചിത്രീകരിച്ചു. രാഷ്ട്രീയ പശ്ചാത്തലം കുഷൈറ്റ് രാജാക്കന്മാർക്ക് കീഴിൽ കേന്ദ്രീകൃത ഭരണത്തിന്റെ മടക്കത്തെ സവിശേഷതയാക്കിയ 25-ാം രാജവംശത്തിന്റെ ഉയർച്ചയോടെ വികസിച്ചു. ഈ രാജവംശം നുബിയയുടെയും ഈജിപ്തിന്റെയും സാംസ്കാരിക പൈതൃകം നിലനിർത്തുമ്പോൾ തന്നെ
ഈജിപ്തിന്റെ മഹത്വം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു. പിയുടെയും അദ്ദേഹത്തിന്റെ മുൻഗാമികളുടെയും ഭരണകാലം പുതുക്കലിന്റെ ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചു. അവിടെ ഭൂതകാലത്തിന്റെ പാരമ്പര്യങ്ങൾ തെക്കുനിന്നുള്ള പുതിയ സ്വാധീനങ്ങൾക്കൊപ്പം പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു. മൂന്നാം ഇടക്കാല കാലഘട്ടം അവസാനം ഈജിപ്തിന്റെ പിന്നീടുള്ള വികാസങ്ങൾക്കുള്ള അടിത്തറ പാകി. ഈ സമയത്ത് അനുഭവപ്പെട്ട വിഘടനവും വൈവിധ്യവും ഭാവി രാജവംശങ്ങളുള്ള വേദി ഒരുക്കി. ഈജിപ്ഷ്യൻ നാഗരികതയുടെ ചങ്കുറപ്പും അനുകൂലന ശേഷിയും പ്രതിഫലിപ്പിച്ചു. ഈ സങ്കീർണമായ കാലഘട്ടത്തിൽ ഈജിപ്ത് നാവിഗേറ്റ് ചെയ്തപ്പോൾ വരും നൂറ്റാണ്ടുകളിൽ അതിന്റെ വിധിയെ രൂപപ്പെടുത്തിയ സാംസ്കാരിക രാഷ്ട്രീയ തിരിച്ചറിയലുകളുടെ സമ്പന്നമായ ടാപ്പസ്ട്രിയുമായി അത് ഉയർന്നുവന്നു. അന്ത്യകാലഘട്ടം, പുനരുജ്ജീവനവും വിദേശ ശക്തികളുടെ സ്വാധീനവും. ഈജിപ്ത് അന്ത്യകാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഏകദേശം ക്രിസ്തുവിനു മുമ്പ് 664 മുതൽ 332 വരെ അത് പുനരുജ്ജീവനത്തിന്റെയും ബാഹ്യ സ്വാധീനത്തിന്റെയും ഒരു വഴിത്തിരിവിൽ നിന്നു. കുഷിതേ ആധിപത്യത്തിന് ശേഷം സ്വദേശി ഭരണത്തിന്റെ പുനരുദ്ധാനത്തിനൊപ്പം ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ നെയ്ത്ത് എന്നേക്കുമായി മാറ്റുന്ന വിദേശ ശക്തികളുമായുള്ള വർദ്ധിച്ചുവരുന്ന സംവേദനവും ഈ കാലഘട്ടത്തെ വേറിട്ടു നിർത്തി. അന്ത്യകാലഘട്ടത്തിന്റെ തുടക്കം പലപ്പോഴും സൈറ്റ് രാജവംശം എന്നും അറിയപ്പെടുന്ന 26ാം രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനു മുമ്പ് 664 സാൻഡിക് ഒന്നാമൻ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഈജിപ്ത് കലയിലും സംസ്കാരത്തിലും വാണിജ്യത്തിലും ഒരു നവോത്ഥാനം അനുഭവിച്ചു. സാൻഡിക് ഒന്നാമൻ മെഡിറ്ററേനിയനുമായി വ്യാപാര ബന്ധങ്ങൾ ആരംഭിച്ചു. ഈജിപ്തിന്റെ ചരിത്രത്തിൽ പിന്നീട് പ്രധാനമായ ഗ്രീക്കുകാരുമായുള്ള ബന്ധങ്ങൾ വളർത്തി. സാൻഡിക് ഒന്നാമന്റെ ഭരണകാലം ഗണ്യമായ വാസ്തുശില്പപരവും കലാപരവുമായ നേട്ടങ്ങളുടെ സവിശേഷതയായിരുന്നു. നേരത്തെയുള്ള കാലഘട്ടത്തിൽ നിന്നുള്ള പരമ്പരാഗത രൂപങ്ങളുടെയും വിഷയങ്ങളുടെയും പുനരുജ്ജീവനത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഈ സമയത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ വളരെ വലുതായിരുന്നു, സങ്കീർണമായ പൊങ്കാലകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. വിവിധ രാജവംശങ്ങളിൽ നിന്നുള്ള ഘടകങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് പുരാതന മോട്ടീഫുകൾ പുനർവ്യാഖ്യാനിച്ചു. സൈറ്റ് രാജവംശം തുടർന്നപ്പോൾ നിയോ രണ്ടാമൻ, സാൻഡിക് രണ്ടാമൻ എന്നിവരെ പോലുള്ള ഭരണാധികാരികൾ ഈജിപ്തിന്റെ സൈനികവും സാമ്പത്തികവുമായ ശക്തി കൂടുതൽ വർദ്ധിപ്പിച്ചു. നിയോ രണ്ടാമൻ നൈലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ നിർമ്മിക്കാനുള്ള ആവേശകരമായ പദ്ധതികൾക്ക് ശ്രദ്ധേയനാണ്. ഈ കനാൽ വെല്ലുവിളികൾ നേരിട്ടിട്ടും പുതിയ വ്യാപാര മാർഗങ്ങളിലേക്കുള്ള ഈജിപ്തിന്റെ സ്വാധീനവും പ്രവേശനവും വിപുലീകരിക്കുന്നതിനുള്ള ഈജിപ്തിന്റെ കാഴ്ചപ്പാട് പ്രദർശിപ്പിച്ചു. ഈ കാലയളവിൽ ഈജിപ്ത് ലെവന്റിലെ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള സൈനിക പ്രചാരണങ്ങളിൽ ഏർപ്പെട്ടു. അത് മഹത്വവും പിരിമുറുക്കവും കൊണ്ടുവന്നു. ഈ സംഘർഷങ്ങൾ പ്രത്യേകിച്ച് അസീറിയക്കാരിൽ നിന്നും പിന്നീട് ബാബിലോണിയക്കാരിൽ നിന്നും മേഖലയിൽ അവരുടെ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ച ബാഹ്യ ഭീഷണികൾക്ക് ഈജിപ്തിനെ വിധേയമാക്കി. അസീറിയൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ഈജിപ്ത് താൽക്കാലികമായ ഉയർച്ച ആസ്വദിച്ചു. എന്നാൽ ഇത് ഹ്രസ്വകാലത്തേക്കായിരുന്നു. കാരണം നെബൂഖദ്നേസർ രണ്ടാമന് കീഴിലുള്ള ബാബിലോണിയൻ സേനകൾ ആക്രമിച്ചു. ക്രിസ്തുവിനു മുമ്പ് 586 ജെറുസലേമിന്റെ ഉപരോധത്തിൽ കലാശിച്ചു. ഈ ബാഹ്യസമ്മർദ്ദം ഈജിപ്തിന്റെ നില ദുർബലമാക്കുകയും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ മേലുള്ള നിയന്ത്രണം വിഭജിക്കുകയും ചെയ്തു. ഈ വെല്ലുവിളികൾ ഉണ്ടായിട്ടും അന്ത്യകാലഘട്ടം സാംസ്കാരികവും മതപരവുമായ പുനരുജ്ജീവനത്തിന്റെയും കാലമായിരുന്നു. പരമ്പരാഗത ദൈവങ്ങളുടെ ആരാധന പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു. നിരവധി ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കപ്പെടുകയും പുതിയ ശിലാലേഖനങ്ങളും കൊത്തുപണികളും കൊണ്ട് അലങ്കരിക്കപ്പെടുകയും ചെയ്തു. മതപരമായ ഉത്സവങ്ങൾ തഴച്ചു വളർന്നു. ദൈനംദിന ജീവിതത്തിൽ ദൈവികതയുടെ നിലനിൽക്കുന്ന പ്രാധാന്യം വെളിവാക്കി. ക്രിസ്തുവിനു മുമ്പ് 6ാം നൂറ്റാണ്ടിൽ പേർഷ്യക്കാരുടെ വരവ് അന്ത്യകാലഘട്ടത്തിലെ മറ്റൊരു വഴിത്തിരിവ് അടയാളപ്പെടുത്തി. ക്രിസ്തുവിനു മുമ്പ് 525 കംബൈസിസ് രണ്ടാമന്റെ പേർഷ്യൻ കീഴടക്കൽ ഈജിപ്തിനെ വിശാലമായ പേർഷ്യൻ സാമ്രാജ്യത്തിനുള്ളിൽ ഒരു സാട്രാപ്പിയാക്കി മാറ്റി. ഈ സംയോജനം പുതിയ ഭരണപരമായ സമ്പ്രദായങ്ങളും സാംസ്കാരിക കൈമാറ്റങ്ങളും അവതരിപ്പിച്ചു. പേർഷ്യൻ ഭരണാധികാരികൾ പലപ്പോഴും മർദ്ദകരായി കണക്കാക്കപ്പെട്ടെങ്കിലും
അവർ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പോഷകരും കൂടിയായിരുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതും ദൈവങ്ങളെ ബഹുമാനിക്കുന്നതും തുടർന്നു. വിദേശ ആധിപത്യത്തെ സ്വദേശവാസികൾ വെറുത്തെങ്കിലും സ്ഥിരത ഉറപ്പാക്കാൻ ഈജിപ്ഷ്യൻ പാരമ്പര്യങ്ങൾ നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം പേർഷ്യക്കാർ അംഗീകരിച്ചു. ഫലമായി പല ഈജിപ്ഷ്യൻ ആചാരങ്ങളും സംരക്ഷിക്കപ്പെട്ടു, ഒരു പേർഷ്യൻ ലെൻസിലൂടെ അരിച്ചെടുത്തെങ്കിലും. ക്രിസ്തുവിനു മുമ്പ് 332 അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ സൈന്യത്തിനു മുന്നിൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അന്തിമ പതനം, അന്ത്യകാലഘട്ടത്തിന്റെ അവസാനവും ഈജിപ്തിന് ഒരു പുതിയ യുഗത്തിന്റെയും തുടക്കവും കുറിച്ചു. അലക്സാണ്ടറുടെ കീഴടക്കൽ വരും നൂറ്റാണ്ടുകളിലേക്ക് ഗ്രീക്കും ഈജിപ്ഷ്യനും പാരമ്പര്യങ്ങൾ കൂട്ടിയിണക്കുന്ന ഒരു ആഴത്തിലുള്ള സാംസ്കാരിക വിനിമയത്തെ പ്രതീകവൽക്കരിച്ചു. പഠനത്തിന്റെയും വ്യാപാരത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായി അലക്സാണ്ട്രിയയുടെ സ്ഥാപനം ഈ ലയനത്തെ പ്രതിനിധീകരിച്ചു. അന്ത്യകാലഘട്ടം അവസാനിച്ചതോടെ ഈജിപ്ത് വിദേശ ശക്തികളുമായുള്ള നൂറ്റാണ്ടുകളുടെ ഗതിശീലമായ സംവേദനങ്ങളാൽ രൂപാന്തരപ്പെട്ടതായി കണ്ടെത്തി. അതേസമയം ആന്തരിക പുനരുജ്ജീവനവും അനുഭവിച്ചു. ഈ കാലഘട്ടം ബാഹ്യശക്തികൾ ഉയർത്തിയ വെല്ലുവിളികൾ നേരിട്ടിട്ടും പോലും അതിൻ്റെ സാംസ്കാരിക ആത്മാവ് നിലനിൽക്കുന്നതിനെ ഉറപ്പുവരുത്തിയ ഈജിപ്ഷ്യൻ നാഗരികതയുടെ സങ്കീർണതയ്ക്കും ആഴത്തിനും ഒരു സാക്ഷ്യമായി പ്രവർത്തിക്കുന്നു. അന്ത്യകാലഘട്ടം പുരാതന ലോകത്തിലെ നാഗരികതയുടെ പാതയെ സ്വാധീനിക്കുന്ന മഹത്വം, സംഘർഷം, അനുകൂലനം, ചങ്കുറുപ്പ് എന്നിവയുടെ നൂലുകൾ കൊണ്ട് നെയ്ത ഒരു വിവരണത്തിന് സാക്ഷ്യം വഹിക്കുന്നു. പുരാതന ഈജിപ്തിന്റെ നിഗൂഢതകളും ഐതിഹ്യങ്ങളും. ഈജിപ്തിന്റെ ക്ഷേത്രങ്ങൾ, ഫറവോമാർ, നിധികൾ എന്നിവയ്ക്കപ്പുറത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി നിഗൂഢതകളുടെ കലവറയാണ് പുരാതന ഈജിപ്ത്. കലാശില്പങ്ങൾ, ചിഹ്നങ്ങൾ, എഴുത്തുകൾ എന്നിവ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും മനോഹരമായ കഥകളിൽ പലതും ഇന്ന് നിഗൂഢതയുടെ മറവിലാണ്. പുരാതന ഈജിപ്തിന്റെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്ന് തീർച്ചയായും മഹത്തായ പിരമിഡുകളുടെ നിർമ്മാണമാണ്. പിരമിഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകൾ ഓരോന്നും പല ടൺ ഭാരമുള്ളവയാണ്. കൂടാതെ ചിലത് മൈലുകൾ അകലെയുള്ള ക്വാറികളിൽ നിന്ന് കൊണ്ടുവന്നവയാണ്. റാമ്പുകൾ, ലിവറുകൾ, നന്നായി ഏകോപിപ്പിച്ച തൊഴിലാളികൾ എന്നിവ ഒരു പങ്കുവഹിച്ചുവെന്ന് പണ്ഡിതർ വിശ്വസിക്കുന്നു. എന്നാൽ കൃത്യമായ സാങ്കേതിക വിദ്യകൾ ഇപ്പോഴും അനിശ്ചിതമാണ്. കല്ലുകൾ സ്ഥലത്തു തന്നെ അച്ചിൽ വാർത്തെടുത്തതാണെന്ന് ചില സിദ്ധാന്തങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ, മറ്റുള്ളവർ ബ്ലോക്കുകൾ കൊണ്ടുപോകാൻ പ്രത്യേക സ്ലൈഡുകൾ ഉപയോഗിച്ചുവെന്ന് വാദിക്കുന്നു. സാങ്കേതിക വിദ്യയിലെ പുരോഗതികൾ ഉണ്ടായിട്ടും പിരമിഡുകളുടെ കൃത്യമായ നിർമ്മാണ രീതികൾ മനോഹരമായ ചർച്ചയ്ക്കും സംവാദത്തിനും വിഷയമായി തുടരുന്നു. മഹത്തായ പിരമിഡിനുള്ളിലെ രഹസ്യ അറകൾ ഈ നിഗൂഢതയ്ക്ക് കൂടുതൽ മാനം നൽകുന്നു. തെർമൽ ഇമേജിംഗ്, കോസ്മിക് റേ മ്യൂവോൺ റേഡിയോഗ്രഫി തുടങ്ങിയ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പര്യവേഷണം ചെയ്യാത്ത സാധ്യതയുള്ള മറഞ്ഞിരിക്കുന്ന മുറികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അറകളിൽ ഉപകരണങ്ങൾ, കലാവസ്തുക്കൾ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ വിട്ടുപോയ വിശദമായ രേഖകൾ പോലും ഉണ്ടാകാമെന്ന് ചില പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്നു. എന്നാൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതുവരെ പ്രാചീന ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നിൻ്റെ ഹൃദയത്തിൽ ഈ രഹസ്യമുറികൾ സീൽ ചെയ്ത നിഗൂഢതകളായി തുടരുന്നു. മറ്റൊരു ആകർഷകമായ നിഗൂഢത ഗീസയിലെ മഹത്തായ സ്ഫിങ്സിന്റെ ഉദ്ദേശമാണ്. സിംഹത്തിന്റെ ശരീരവും ഫറവോയുടെ മുഖവുമുള്ള ഈ പ്രൗഢമായ പ്രതിമ പിരമിഡുകൾക്ക് കാവലാളായി നിൽക്കുന്നു. പക്ഷേ എന്തിനാണ് ഇത് നിർമ്മിച്ചത്? ആരെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്? ഫറവോ കഫ്രയുടെ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചതെന്നും സ്ഫിങ്സിന്റെ മുഖം അദ്ദേഹത്തെ സാദൃശ്യമുള്ളതാകാമെന്നും മിക്ക ഈജിപ്ഷ്യോളജിസ്റ്റുകളും വിശ്വസിക്കുന്നു. എന്നാൽ അത് വളരെ പഴക്കമുള്ളതാകാമെന്ന് ചില സിദ്ധാന്തങ്ങൾ നിർദ്ദേശിക്കുന്നു. കഫ്രയുടെ കാലത്തിന് മുമ്പുള്ളതാകാം എന്ന് സൂചിപ്പിക്കുന്ന തരം പാറ്റേണുകളെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. സ്ഫിങ്സിന്റെ കാണാതായ മൂക്കിനെ ചുറ്റിപ്പറ്റിയും ഐതിഹ്യമുണ്ട്. ജനപ്രിയ വിശ്വാസത്തിന് വിപരീതമായി നെപ്പോളിയന്റെ സൈനികർക്ക് പകരം പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ നശിപ്പിക്കപ്പെട്ടതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇന്നും സ്ഫിങ്സിന് കീഴിൽ മറഞ്ഞിരിക്കുന്ന ഇടനാഴികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ചിലർ അത് ഒരു നഷ്ടപ്പെട്ട ലൈബ്രറിയിലേക്കോ പുരാതന ആർക്കൈവുകളിലേക്കോ നയിക്കാമെന്ന് അവകാശപ്പെടുന്നു.
നഷ്ടപ്പെട്ട ലൈബ്രറികളെ ചുറ്റിപ്പറ്റിയുള്ള പുരാണ കഥകൾ ഈജിപ്തിൻ്റെ ആകർഷണീയമായ പസിലിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമായ നഷ്ടപ്പെട്ട ആർക്കൈവ് അലക്സാൻഡ്രിയൻ ലൈബ്രറിയാണ്. അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിശാലമായ ശേഖരം. പുരാതന ഈജിപ്ഷ്യന്മാരുടെ കാലത്തിന് വളരെ ശേഷമാണ് ഇത് നിർമ്മിച്ചതെങ്കിലും അതിൻ്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റുകളെയും സ്ക്രോളുകളെയും കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. ഈജിപ്തിൻ്റെ ആദ്യകാല ദിനങ്ങളിലെ ജ്ഞാനം അടങ്ങിയ പുരാതന രേഖകൾ നൈൽ നദിയുടെ കരയിൽ എവിടെയെങ്കിലും സംഭരിച്ചിരിക്കാമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഈജിപ്തിൻ്റെ ആത്മീയ വിശ്വാസങ്ങൾ, ശാസ്ത്രീയ അറിവ്, ഒരുപക്ഷെ അതിൻ്റെ എഴുത്ത് സമ്പ്രദായത്തിൻ്റെ നിഗൂഢ ഉത്ഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്ന ടെക്സ്റ്റുകൾ കണ്ടെത്താനുള്ള പ്രതീക്ഷയിൽ പുരാവസ്തു ഗവേഷകർ പാപ്പിറസ് സ്ക്രോളുകളുടെ മറഞ്ഞിരിക്കുന്ന സംഭരണികൾക്കായി തിരയുന്നു. ഹൈറോഗ്ലിഫിക്സിന്റെ വികാസം തന്നെ നിഗൂഢതയുടെ മറവിലാണ്. നമുക്ക് നിരവധി ചിഹ്നങ്ങളും വ്യാകരണവും മനസ്സിലാകുമ്പോഴും ഈ എഴുത്ത് സമ്പ്രദായത്തിന്റെ ഉത്ഭവം അനിശ്ചിതമായി തുടരുന്നു. ഹൈറോഗ്ലിഫുകൾ ഏകദേശം 3200 BC-യോടെ ഏതാണ്ട് പൂർണ്ണമായി വികസിച്ചതായി തോന്നുന്നു. ഇത് അവ ക്രമേണ വികസിച്ചതാണോ അതോ പെട്ടെന്ന് അവതരിപ്പിച്ചതാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നു. മറ്റ് പുരാതന സംസ്കാരങ്ങളുടെ സ്വാധീനം ചില സിദ്ധാന്തങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ മറ്റുള്ളവർ ഹൈറോഗ്ലിഫിക്സ് സ്വതന്ത്രമായി ഉത്ഭവിച്ചതാകാമെന്ന് ഊഹിക്കുന്നു. കൂടാതെ പണ്ഡിതർ ഇപ്പോഴും ചില ചിഹ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നു. മതപരമായ ടെക്സ്റ്റുകൾ, മാന്ത്രിക മന്ത്രങ്ങൾ, സങ്കീർണമായ ജ്യോതിശാസ്ത്ര അറിവ് എന്നിവയുടെ സൂക്ഷ്മതകൾ തുറക്കാൻ ശ്രമിക്കുന്നു. പുരാതന ഈജിപ്തിൻ്റെ മാന്ത്രികത. മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പുരാതന ഈജിപ്ഷ്യന്മാർ മാന്ത്രികതയുടെ ശക്തിയിൽ ഉറച്ച വിശ്വാസം പുലർത്തിയിരുന്നു. ഹേഗ എന്ന് അവർ വിളിച്ചിരുന്ന ഒരു സങ്കല്പം. മാന്ത്രികത, വൈദ്യശാസ്ത്രം, മതം എന്നിവ മുതൽ ദൈനംദിന പ്രവർത്തനങ്ങൾ വരെ ജീവിതത്തിൻ്റെ ഏതാണ്ട് എല്ലാ വശങ്ങളിലും മാന്ത്രികത കൊണ്ടു നടന്നിരുന്നു. ഈജിപ്ഷ്യൻ പുരോഹിതർ മാന്ത്രിക കലകളിൽ അതീവ കഴിവുള്ളവരായിരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്നു. അവരുടെ ചടങ്ങുകൾ രാജ്യത്തെ സംരക്ഷിക്കുക, പ്രകൃതിയെ നിയന്ത്രിക്കുക, പരലോകത്തിൽ സഹായിക്കുക എന്നിവയ്ക്ക് വിശ്വസിക്കപ്പെട്ടിരുന്നു. ആത്മാക്കളെ പരലോക യാത്രയിൽ നയിക്കുന്നതിനുള്ള മന്ത്രങ്ങളുടെ ശേഖരമായ ഈജിപ്ഷ്യൻ ഡെഡ് ബുക്ക് ഈ വിശ്വാസങ്ങളിലേക്കുള്ള ഒരു ആകർഷകമായ ജാലകമായി നിലനിൽക്കുന്നു. എന്നിട്ടും പല മന്ത്രങ്ങളും ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. ഈജിപ്ഷ്യൻ മാന്ത്രികതയെക്കുറിച്ചുള്ള സൂചനകൾക്കായി ഗവേഷകർ പുരാതന പാപ്പറി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മമ്മിഫിക്കേഷൻ ഉൾപ്പെടുന്ന ചില ചടങ്ങുകളുടെ കൃത്യമായ അർത്ഥവും ഉദ്ദേശവും ഇപ്പോഴും പണ്ഡിത ചർച്ചകളുടെ വിഷയങ്ങളാണ്. പരലോകം തന്നെയാണ് ഒരുപക്ഷെ ഈജിപ്തിൻ്റെ ഏറ്റവും മനോഹരമായ നിഗൂഢതകളിലൊന്ന്. മരണത്തിന് ശേഷമുള്ള ഒരു യാത്രയിൽ ഈജിപ്ഷ്യന്മാർ വിശ്വസിച്ചിരുന്നു. ഒരു പരമ്പര പരീക്ഷണങ്ങൾ പാസ്സായാൽ അവസാനം സ്വർഗത്തിലേക്ക് നയിക്കുമെന്ന്. പരലോകത്ത് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ നിറഞ്ഞ വിശദമായ ശവകുടീരങ്ങൾ ഈ യാത്ര അവർക്ക് എത്രമാത്രം പ്രധാനമായിരുന്നുവെന്ന് കാണിക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾ ബാക്കിയാണ്. നൂറ്റാണ്ടുകളിലൂടെ ചില മമ്മിഫിക്കേഷൻ സാങ്കേതിക വിദ്യകൾ എങ്ങനെ പരിപൂർണമാക്കി? തലച്ചോറ് ഉപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് ചില ശരീരഭാഗങ്ങൾ കാനോപിക് ജാറുകളിൽ സംരക്ഷിച്ചു? വിപുലമായ പഠനത്തിന് ശേഷവും ഈജിപ്ഷ്യന്മാർ ഉപയോഗിച്ച കൃത്യമായ സംരക്ഷണ രീതികൾ ആധുനിക ശാസ്ത്രത്തിനെ പൂർണ്ണമായി പുനരാവിഷ്കരിക്കാൻ കഴിയില്ല. ശവകുടീര ചിത്രങ്ങളും ഹൈറോഗ്ലിഫുകളും ഈജിപ്ഷ്യന്മാർ തങ്ങളെ കാത്തിരിക്കുന്നതെന്താണെന്ന് വിശ്വസിച്ചതിൻ്റെ സൂചനകൾ നൽകുന്നു. എന്നാൽ അവയിൽ നമുക്ക് ഇനിയും പൂർണ്ണമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ചിഹ്നങ്ങളും ചടങ്ങുകളും അടങ്ങിയിട്ടുണ്ട്. കണ്ടെത്താത്ത ശവകുടീരങ്ങളുടെ ഐതിഹ്യങ്ങൾ ഒരു നിഗൂഢതയുടെ അടുത്തെത്തിക്കുന്നു. പുരാവസ്തു ഗവേഷകർ അസംഖ്യം ശവക്കുഴികളും രാജകീയ ശവകുടീരങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെട്ട അടക്കസ്ഥലങ്ങളെക്കുറിച്ചുള്ള കഥകൾ നിലനിൽക്കുന്നു. ഏറ്റവും പ്രസിദ്ധമായത് ഇംഹോട്ടപ്പിൻ്റെ ദ്യോഷ്യരിൻ്റെ സ്റ്റെപ്പ് പിരമിഡിൻ്റെ വാസ്തുശില്പിയും ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയുടേതുമായ സംസ്കാര സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ അടക്കം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.
പ്രാരംഭ ഈജിപ്ഷ്യൻ വൈദ്യശാസ്ത്രം, വാസ്തുവിദ്യ, തത്വചിന്ത എന്നിവയെക്കുറിച്ചുള്ള അമൂല്യമായ അറിവുകൾ അത് ഉൾക്കൊള്ളുന്നുണ്ടാകാമെന്ന് പലരും വിശ്വസിക്കുന്നു. മറ്റൊരു ഐതിഹ്യം രാജ്ഞി നെഫർത്തിറ്റിയുടെ സാധ്യമായ അടക്കസ്ഥലമാണ്. അവരുടെ വിശ്രമസ്ഥലം പുരാവസ്തു ഗവേഷകരെ ഒഴിവാക്കിയിട്ടുണ്ട്. അവർ കിങ്സിന്റെ താഴ്വരയിൽ കണ്ടെത്താത്ത ഒരു അറയിൽ മറഞ്ഞിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ടൂതർ ഖമന്റെ ശവകുടീരത്തിനുള്ളിൽ തന്നെ ഉണ്ടാകാം എന്ന ഊഹാപോഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഒടുവിൽ ഫറവോമാരുടെ ശാപത്തെ പരാമർശിക്കാതെ പുരാതന ഈജിപ്തിന്റെ നിഗൂഢത പൂർണ്ണമാകില്ല. 1922 ടൂതൻഖമന്റെ ശവകുടീരം കണ്ടെത്തിയതിനു ശേഷം ലോർഡ് കാർണർവൺ ഉൾപ്പെടെ ദൗത്യസംഘത്തിലെ നിരവധി അംഗങ്ങൾ പെട്ടെന്ന് മരിച്ചപ്പോൾ ഈ കഥ ജനപ്രിയമായി. ശാപം മാധ്യമങ്ങൾ വളർത്തിയ ഒരു കെട്ടുകഥയായിരുന്നുവെങ്കിലും അത് പുരാതന ശവകുടീരങ്ങളിലെ മറ്റ് ശാപങ്ങളെക്കുറിച്ചുള്ള അസംഖ്യം കഥകൾക്ക് പ്രചോദനമായി. ശാപങ്ങൾ യാഥാർത്ഥ്യമായാലും ഇല്ലെങ്കിലും പുരാതന ഈജിപ്ഷ്യന്മാർ ശവക്കല്ലറ കവർച്ചക്കാരിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ശവകുടീരങ്ങളിൽ മാന്ത്രിക മന്ത്രങ്ങൾ സ്ഥാപിച്ചു. ദൈവിക ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പലപ്പോഴും പ്രവേശന കവാടങ്ങൾക്ക് സമീപം കൊത്തിയിട്ടുണ്ട്. ശാപത്തിന്റെ ആശയം പരലോകത്തിന്റെ പവിത്രതയോടുള്ള ഈജിപ്ഷ്യന്മാരുടെ ബഹുമാനവും മരിച്ചവരെ ബുദ്ധിമുട്ടിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അവരുടെ ആഗ്രഹവും പ്രതിഫലിപ്പിക്കുന്നു. നിഗൂഢ നിർമ്മാണ സാങ്കേതിക വിദ്യകളും മറഞ്ഞിരിക്കുന്ന അറകളും മുതൽ നഷ്ടപ്പെട്ട ലൈബ്രറികളും പരിഹരിക്കാത്ത നിഗൂഢതകളും വരെ പുരാതന ഈജിപ്ത് നാം ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോഴും ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു നാഗരികതയായി തുടരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഈജിപ്ത് ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനം വഹിക്കുന്നത്. നമുക്കറിയാവുന്ന നേട്ടങ്ങൾ മാത്രമല്ല, നമ്മൾ ഇപ്പോഴും പരിഹരിക്കാൻ ശ്രമിക്കുന്ന നിഗൂഢതകളാണ് നമ്മളെ ആകർഷിക്കുന്നത്. നാം തുടർന്ന് അന്വേഷിക്കുമ്പോൾ പുരാതന ഈജിപ്തിനെ കൂടുതൽ രഹസ്യങ്ങൾ വെളിച്ചപ്പെടുത്താനുണ്ടെന്ന് വ്യക്തമാണ്. അത് വരാനിരിക്കുന്ന തലമുറകൾക്കായി അത്ഭുതത്തിൻ്റെയും കുതൂഹലത്തിൻ്റെയും കാലാതീതമായ ഉറവിടമാക്കുന്നു.